ഈ സന്ധ്യായാഗം ദൈവപ്രസാദമായി മാറും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഈ സന്ധ്യായാഗം ഒരു ദൈവപ്രസാദമായി മാറും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ധാരാളം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ ആഗതരായിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവവചനം മഴ പോലെ നമ്മുടെ നടുവിൽ പെയ്തിറങ്ങേണ്ടതിനായി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ മാരി ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് പെയ്യേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളിൽ ഒരുവനെ പോലെ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് യേശു കർത്താവിൻ്റെ ക്രൂശിൽ മറഞ്ഞു നിന്നുകൊണ്ട് യേശു എന്ന നാമത്തെ ഈ രാത്രി ഇവിടെ ഉയർത്തുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള വിശ്വാസം എന്നെ ഭരിക്കുന്നുണ്ട്. നാം ഒരുമിച്ച് ഇന്ന് രാത്രി അവൻ്റെ നാമത്തെ ഉയർത്താൻ പോകുകയാണ്. ഖമോൺ, രണ്ട് കരവും ഉയർത്തി ഒന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇരു കരങ്ങളും ഉയർത്തി അടിച്ച് സർവശക്തനാകുന്ന ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വളരെ മനോഹരമായ വളരെ സുപരിചിതമായ ധാരാളം ആവർത്തി കേട്ടിട്ടുള്ള ഒരു തിരുവെഴുത്ത് ഇന്ന് രാത്രി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യവും 38-ാമത്തെ വാക്യവും ഇന്ന് രാത്രിയിലെ തിരുവെഴുത്തിൻ്റെ ധ്യാനത്തിന് വേണ്ടി നാം വായിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസൻ പരസ്യമായി നിങ്ങളെ ആ തിരുവെഴുത്ത് വായിച്ചു കേൾപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 തിരുവെഴുത്തുകൾ ഇന്ന് രാത്രി പരസ്യമായി നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. ആവർത്തിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആ വേർഡ് ബ്ലസ് കണ്ടല്ല മീറ്റിങ്ങിൻ്റെ സിൽവർ ജൂബിലി മീറ്റിങ്ങിൻ്റെ 4-ാം ദിവസം രാത്രി ആവർത്തിച്ച് അനൗൺസ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജീവജലത്തിൻ്റെ നദികൾ. പ്രൈസ് ദ ലോർഡ്. എന്നോട് ചേർന്ന് കര ഉയർത്തിയ വേർഡ് പറ, ജീവജലത്തിൻ്റെ നദികൾ. പോരാ, ശബ്ദമുയർത്തി. ഇത്രയും ദൈവമക്കൾ ശബ്ദമുയർത്തി പറഞ്ഞാൽ ഇത്രയും ശബ്ദമല്ല, കുറച്ചുകൂടെ ആവേശത്തോടെ ആ കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശു പറഞ്ഞ വേർഡ് ശബ്ദമുയർത്തി പറയുക, ജീവജലത്തിൻ്റെ നദികൾ. ദൈവവചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവവചനം പറയുമ്പോൾ തന്നെ ഒരു ദൈവശക്തി നമ്മുടെ നടുവിൽ വ്യാപരിക്കും. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നൊരു തിരുവെഴുത്തുണ്ട്. വചനകേൾവിയിൽ വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തടയുവാൻ ഒരു ദുഷ്ടനും കഴിയുകയില്ല. ഇന്ന് രാത്രി പ്ലസ് കണ്ടല മീറ്റിങ്ങിൻ്റെ 4-ാം ദിവസം രാത്രി ആത്മനദിയുടെ ഒരു ഒഴുക്ക് ഈ ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അന്യഭാഷകൾ പറഞ്ഞ് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പ്രസംഗിക്കുന്നതെങ്കിലും ശുശ്രൂഷിക്കുന്നത് പരിശുദ്ധാത്മാവാകയാൽ ഇന്ന് രാത്രി ആ നദി ഇതിൻ്റെ അകത്ത് ഒഴുകാൻ പോകുകയാണ്. ഹുഡാരാബ ശംദാരാബ ഖാന. വിശുദ്ധ വേദ പുസ്തകം മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒന്ന് കണ്ണോടിച്ചാൽ ധാരാളം നദികളെ പരാമർശിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവി ഗ്രന്ഥരചന നന്നായി ചെയ്തത് എത്ര സന്തോഷകരമാണെന്നറിയാം. തുടങ്ങുന്ന ഉൽപ്പത്തി മുതൽ സമാപിക്കുന്ന വെളിപ്പാട് വരെ നദികളെ പരാമർശിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവി പുസ്തകം എഴുതി തീർത്തത്. തുടങ്ങിയതും നദികളെ പരാമർശിച്ച് അവസാനിക്കുന്നതും നദികളെ പരാമർശിച്ച്. ഇതിൻ്റെ ഇടയിൽ യേശു പറഞ്ഞൊരു ഭാഗമാണ് നാം വായിച്ചത്. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. ഏദൻ പൂങ്കാവനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിൾ പറയുന്നു, ഒരു നദി പൊട്ടി പുറപ്പെട്ടു. അതിന് 4 ശാഖയുണ്ടായിരുന്നു. 1 പീശോൻ, 2 ഗീഹോൻ, 3 ഹിദ്ദേക്കൽ, 4 ഫ്രാത്ത്. 2-ാമത്തെ അധ്യായത്തിൽ 4 നദികളുടെ പേര്. ഒരു നദിയെ ഒഴുകിയതെങ്കിലും ശാഖ 4ആണ്. ഇന്ന് രാത്രി തമ്പുരാൻ്റെ ഒരു നദി ഇതിൻ്റെ അകത്ത് ഒഴുകാൻ പോവാണ്. അത് ഓരോ റോയിലേക്കും വെട്ടിത്തിരിയുമെന്ന് ഈ രാത്രി ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. എനിക്ക് ഏതാണ്ട് 10-20 നദികളോളം ഇന്ന് രാത്രി ഈ ബ്ലസ് കണ്ടല മീറ്റിങ്ങിൽ പരാമർശിച്ചാൽ കൊള്ളാമെന്ന് എൻ്റെ അന്തരാത്മാവ് മന്ത്രിക്കുന്നുണ്ട്. കാര്യം ഇതിൻ്റെ അകത്തൊരു വിടുതൽ ഇന്ന് രാത്രി തിരുവചന കേൾവിയിൽ ചലിക്കും. നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ദൈവം ചില ദൈവിക നദികളുടെ പ്രവാഹത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് വെട്ടിത്തിരിക്കും. ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തിയുടെ രാത്രിയാണെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിച്ച് ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് തന്നെ 4 നദികളുടെ പേര് പറഞ്ഞ പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. പഴയ നിയമ പിതാക്കന്മാരാകുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ് 4 പിതാക്കന്മാരുടെ കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ബൈബിൾ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലൈഫിൽ ബൈബിൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. 32-ാമത്തെ അധ്യായം
തനിക്കുള്ളതിനെയും തൻ്റെ തനിക്കുള്ള വസ്തുവക സമ്പത്ത് മുഴുവൻ ആറിൻ്റെ അക്കരെ, നദിക്ക് അക്കരെ യാക്കോബ് കടത്തിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ താനും തൻ്റെ ഭാര്യമാർ ബിൽഹ, സിൽപ, ലേയ, റാഹേൽ തൻ്റെ ഭാര്യമാരുമായി ഒരുമിച്ച് ഏറ്റവും അവസാനം തന്നെ നദി കടക്കുകയാ. യാക്കോബ് കടന്ന നദിയുടെ പേര് യാബോക്ക് എന്നാണ് 32-ാം അധ്യായത്തിൽ വായിക്കുന്നത്. യാബോക്ക് നദിയുടെ തീരത്ത് താനെത്തി. യാക്കോബ് യാബോക്ക് നദി കടന്ന് അക്കരെ എത്തുകയാണ്. ഞാൻ അത് പറയുമ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം മറക്കാൻ എനിക്ക് കഴിയില്ല. ഇവിടെ വന്നിരിക്കുന്ന പലരും യാബോക്ക് നദിയുടെ തീരത്ത് ആണ്ടുകൾ കുറെ കാത്തിരുന്നവരെ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. കാര്യം 32-ാം അധ്യായവും 31-ാമത്തെ അധ്യായവും യാക്കോബിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാകുന്ന ചില അനുഭവങ്ങൾ സമ്മാനിച്ച അധ്യായങ്ങളാണ്. 31-ാം അധ്യായവും 32-ാം അധ്യായവും വായിക്കുമ്പോൾ ഒരു ഭക്തൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു പോകും. തിരുവചന പഠിതാവ് ആ രണ്ട് അധ്യായത്തിൽ കൂടി ഒന്ന് കണ്ണോടിച്ചു പോകുമ്പോൾ അറിയാതെ ഒരുപിടി ചോദ്യങ്ങൾ അവരുടെ അകത്തേക്ക് ഓടി വരും. കാര്യം എന്തെന്നറിയാമോ? അബ്രഹാമിൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിൻ്റെ മകനാകുന്ന യാക്കോബ് എന്ന് പറയുന്ന ഭക്തന് മുമ്പ് 2 പിതാക്കന്മാരുടെ മേൽ ദൈവം പകർന്ന വാഗ്ദത്തങ്ങൾ സ്വന്തം തലയിൽ പേറാൻ വേണ്ടി തമ്പുരാൻ ഏൽപ്പിച്ച അടുത്ത തലമുറയാണ് യാക്കോബ്. യാക്കോബും ഏശാവും ബൈബിൾ വ്യക്തമാക്കുന്നു, അവരുടെ കുടുംബ പശ്ചാത്തലം ബൈബിൾ വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ വിളിയുള്ളൊരു വലിയ ഭക്തൻ. എന്തിനേറെ ഇസ്രായേൽ എന്നുള്ള പേര് നമ്മൾ ആയിരക്കണക്കിന് പ്രാവശ്യം കേൾക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. അബ്രഹാമിന് ദൈവം കൊടുത്തൊരു പേരല്ലത്, ഇസ്ഹാക്കിന് ദൈവം കൊടുത്ത പേരല്ല, ദൈവം യാക്കോബിന് കൊടുത്തൊരു പേരാ ഇസ്രായേൽ. അങ്ങനെ ഒരു നാമകരണം ദൈവം ചെയ്യാൻ വേണ്ടി തമ്പുരാൻ ആദിയിലെ കണ്ട ഒരു ഭക്തനാകുന്ന യാക്കോബ് ലാബാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ പോയി അടിമ സേവിക്കുന്ന ഒരു ചരിത്രം ബൈബിൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ലാബാന്റെ വീട്ടിൽ ചെന്ന് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി 7 സംവത്സരം ആദ്യവും അടുത്ത 7 സംവത്സരം ഭാര്യയെ കിട്ടുവാൻ, അങ്ങനെ മൊത്തം 14 സംവത്സരം തനിക്കൊരു കുടുംബജീവിതത്തിന് വേണ്ടി അടിമ സേവിക്കുന്ന ഒരു മേഖല ബൈബിൾ പറയുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ഈ പൊതുജനത്തിന് ഞാൻ കൈമാറട്ടെ. വിളിയുള്ള നിന്നെ അടിമയാക്കാനുള്ള തന്ത്രമാ പിശാചിനുള്ളതെന്ന് ഇന്ന് രാത്രി അറിഞ്ഞിട്ട് ഈ സിൽവർ ജൂബിലി മീറ്റിംഗിൽ ഒരു സന്ദേശം പറയാൻ എൻ്റെ അന്തരാത്മാവ് വെമ്പൽ കൊള്ളുകയാ. കാൽവറിയിൽ നാഥൻ നിനക്ക് വേണ്ടി പരമയാഗമായത് ആരുടെയോ മുമ്പിൽ അടിമത്വം അനുഭവിക്കാൻ വേണ്ടിയല്ല. കാൽവറിയിൽ ചങ്ക് തുറന്ന് നിനക്ക് വേണ്ടി നാഥൻ രക്തം തന്നത് അടിമത്വത്തിന്റെ ചങ്ങലയെ പൊട്ടിച്ചു മാറ്റി ഉടമയാകാനുള്ളൊരു ദൈവകൃപയ്ക്ക് വേണ്ടിയാണെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ വായ് തുറന്ന് ദൈവത്തിന് ഈ രാത്രി സ്തോത്രം ചെയ്യണം. സ്തോത്രം പറയുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്. പക്ഷേ വർഷം കുറയായിട്ടും അടിമത്വം മാറാതിരിക്കുന്ന ചില വീടുകൾ ഇന്ന് രാത്രി കെട്ടഴിയാൻ പോകുകയാ. ഈ സിൽവർ ജൂബിലി മീറ്റിംഗ് ഒരു പ്രസംഗ പരമ്പരയ്ക്ക് വേണ്ടി മാറ്റാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവം തയ്യാറല്ല. ഈ സന്ദേശം ഈ ഗ്രൗണ്ടിൽ കേൾക്കുന്ന പലരോടും അല്ല, ഈ സന്ദേശം പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് മീഡിയയിൽ കാണുന്ന പലരോടും പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി പറയാനുള്ളത്, നിർത്ത്, നിന്റെ അടിമത്വത്തിന്റെ ജീവിതം നിർത്തുക. ഉടമയാകുവാൻ എൻ്റെ ദൈവം നിന്നെ വിളിക്കുക. 14 വർഷം സ്നേഹിച്ച ഭാര്യ റാഹേലിന് വേണ്ടിയും 6 വർഷം ആടുമാടുകൾക്ക് വേണ്ടിയും മൊത്തം 20 സംവത്സരം 20 സംവത്സരം അടിമപ്പണി ചെയ്തിട്ട് വേണോ യാക്കോബേ ദൈവവാഗ്ദത്വത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുവാൻ? പ്രൈസ് ദി ലോർഡ്. നീ ഉദ്ദേശിക്കുന്ന പോലെ ലാബാന്റെ വീട്ടിലെ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ പെൺകുട്ടിയായി? വാഗ്ദത്തമുള്ള നിനക്ക് എങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് അടിമ വെക്കാൻ കഴിയും? ഇന്ന് രാത്രി സന്ദേശം ഹൃദയത്തിൽ കേൾക്കേണ്ടത് വിളിയുള്ള ചിലരാണ്. വിളിയുള്ള നീ ഒരു വീടിനും അടിമ വെക്കാനുള്ളവനല്ല. സിൽവർ ജൂബിലി മീറ്റിംഗിന്റെ 4ാം ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് ചില വീടുകളുടെ കെട്ട് അഴിയാൻ പോകുകയാ. നിന്നെ ഒതുക്കി വെച്ച വീടിന്റെ ബന്ധനം ഇന്ന് രാത്രി സർവശക്തൻ അഴിക്കാൻ പദ്ധതിയിടുന്നെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് തുടങ്ങുക. ഇന്ന് രാത്രി നിന്നെ ഒതുക്കിയ വീടിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പവർ ഈ രാത്രി ദൈവാത്മാവ് അയക്കാൻ പോകുകയാ. എൻ്റെ ജന്മം എന്തുകൊണ്ട് ഇങ്ങനെയായി? എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം? ഞാൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയായി മാറി എന്ന് ചിന്തിച്ച് വർഷങ്ങൾ തലതല്ലി കരഞ്ഞ നിന്നെ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തി ആത്മാവിലൊന്ന് തൊടാൻ പോകുകയാ. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ആരാധിക്ക്. ഈ രാത്രി ഒരു ഡെലിവറൻസ് ഇവിടെ സംഭവിക്കട്ടെ.
വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. അസാധാരണമാകുന്ന ഒരു ദൈവമഹത്വം ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് അയക്കാൻ പോകുകയാ. യെസ്, ഇതൊരു ജനറൽ കൺവെൻഷനാണ്. ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് രാത്രി ഒരു ജയം ഈ ദേശത്ത് സംഭവിക്കാൻ പോകുകയാ. ഒരു വലിയ ജയം ഈ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുകയാ. വർഷങ്ങൾ പ്രാർത്ഥിച്ചു, വർഷങ്ങൾ ആരാധിച്ചു, ഉപവസിച്ച് നീ എത്ര കാലം കഴിച്ചു? നിന്റെ ഉപവാസത്തിന്റെ ഡേറ്റ് എല്ലാം എടുത്തു നോക്കിയാൽ എന്തോരം മേഖലയിൽ നിനക്ക് കയറിപ്പോകാൻ കഴിയും. പക്ഷേ ഇന്നും മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂപ്പി സാറേ എന്ന് വിളിച്ചുകൊണ്ട്, ആമേൻ, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് എന്നും അടിമത്വം അടിമത്വം അടിമത്വം, നിന്റെ ബ്ലഡിൽ നിന്റെ ജന്മം കൊണ്ട് കുത്തിക്കയറ്റിയ മുഴുവൻ അടിമത്വ ശക്തികളെയോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എന്റെ ദൈവം ശാസിക്കുകയാ. കൈ അടിക്കുന്നെങ്കിൽ അഭിഷേകത്തോടെ കൈ അടിക്കണം. ഈ ഗ്രൗണ്ട് നിറച്ച് ദൈവമക്കളെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇരിക്കുന്നവരാകട്ടെ നിൽക്കുന്നവരാകട്ടെ ഇന്ന് രാത്രി തിരുവചനത്തെ ചാടി പിടിച്ചോണ് കാര്യ. നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദൂത ഇന്ന് രാത്രി ദൈവം കൈമാറുന്നത്. പലരും നിന്നെ ഓവർകം ചെയ്ത് കേറിപ്പോയ പലരെയും കണ്ട് നീ ഇന്ന് വാവിട്ട് കരയുകയാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവം കൈമാറുകയാ. നിന്നെ പിടിച്ചു നിർത്തത്തക്കവണ്ണ ജന്മം കൊണ്ട് നിന്നെ ഒതുക്കിയ ഏതോ ചില ചിന്തകൾ നിന്റെ രക്തത്തിൽ കുത്തിക്കയറ്റിയ എല്ലാ പാരമ്പര്യ അധികാരത്തെയും ഇന്ന് രാത്രി എന്റെ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാ. തല ഉയർത്താൻ ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്? ഈ 2020 എനിക്ക് തല ഉയർത്തിയേ പറ്റുവോളം അന്തസ്സോടെ പ്രഖ്യാപിക്കാൻ കരുത്തുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്? അതോ എന്നും കുന്നും അടിമത്തം സേവിച്ചുകൊണ്ട് മറ്റുള്ള ആളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി നിൽക്കാനാണോ? അല്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി അലറി വിളിച്ചൊരു ഹല്ലേലൂയ പറ ദൈവത്തിന്. ഇരുപത് സംവത്സരം കഴിഞ്ഞപ്പോൾ യാക്കോബിൻ്റെ അകത്തൊരു കാഴ്ചപ്പാട് കിട്ടി. ഇതിനു വേണ്ടിയല്ല ദൈവം എന്നെ വിളിച്ചേ, ഇവിടുന്ന് പോയേ പറ്റൂ. പഴയ നിയമത്തിലെ യാക്കോബിന് 20 വർഷം കൊണ്ട് കിട്ടിയ കാഴ്ചപ്പാട് പുതിയ നിയമ ഭക്തന് 20 സെക്കൻഡ് കൊണ്ട് കിട്ടണം. കമാൺ പോരാ, കമാൺ വായി തുറന്ന്. പഴയ നിയമ ഭക്തനാകുന്ന യാക്കോബിന് 20 വർഷം കൊണ്ട് കിട്ടിയ കാഴ്ചപ്പാട് പുതിയ നിയമ ഭക്തൻ 20 സെക്കൻഡ് കൊണ്ട് കിട്ടണം. ബ്ലസ് കണ്ടല മീറ്റിംഗിന്റെ സിൽവർ ജൂബിലി കൺവെൻഷന്റെ 4ാം ദിവസം രാത്രി ചില സെക്കൻഡ് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ കണ്ണ് തുറക്കണം. ഞാൻ എന്നും അടിമപ്പണി ചെയ്യാനല്ല യേശു കാൽവറിയിൽ മരിച്ചത്. എന്നും ഒരാൾക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് ജീവിതം തീർക്കാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. എനിക്കൊരു പുറപ്പാടുണ്ട്. 2019 വരെ തകർന്നു കിടന്ന നിന്നെ ഈ ആണ്ടിൽ എൻ്റെ ദൈവം പണിതിറക്കാൻ പോവാ. നിനക്ക് അധികം ദൂരം യാത്ര ചെയ്യാനുണ്ട്. കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിയ വേലക്കാരാ, ഒരു നിലയിലും വേല ശോഭിക്കാതെ വണ്ണ് കുറ്റിയടിച്ചുറപ്പിച്ചതുപോലെ ചില മേഖലകൾ തകർന്ന് തരിപ്പണമായെങ്കിൽ ഇന്ന് രാത്രി സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട് ഈ മീറ്റിംഗിൽ ദൈവമാവ് ഇടപെടുകയാ. പടക് വലിച്ച് കരയ്ക്കോട്ട് വെച്ച് വീട്ടിൽ പോകാൻ വന്നവനോട് പടകിറക്കെന്ന് പറഞ്ഞ നസറായനായ യേശു ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്ന് നിന്നോട് പറയുകയാ, ഇതുവരെ നീ വന്ന റൂട്ടിനെ വെട്ടി തിരിച്ച് ഇതുവരെ ഇല്ലാത്തൊരു വെളിപ്പാട് നിന്റെ അകത്ത് ദൈവം തിരികെ വെക്കുകയാ. ഈ പ്രാവശ്യത്തെ ഈ മീറ്റിംഗ് ഒരു സാധാരണ മീറ്റിംഗ് അല്ല. അസാധാരണമാകുന്ന ഒരു ആത്മമണ്ഡലത്തിൽ ഈ പ്രസ്ഥാനത്തെ എൻ്റെ ദൈവം കൊണ്ടുപോകാൻ പോകുകയാ. അനേകർക്കൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നദി ഇന്ന് രാത്രി ഇവിടെ ദൈവാത്മാവ് അഴിച്ചുവിടാൻ പോകുകയാ. പ്രാപിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ കരമുയർത്തി സ്തുതിക്കുക ദൈവത്തെ. 20 വർഷം കൊണ്ട് ഇറങ്ങിപ്പോന്ന യാക്കോബ് പോയതറിഞ്ഞുകൊണ്ട് ലാബാൻ പരിവാര സമേതം പിടിക്കാൻ പുറകെ. ലാബാൻ വന്ന് യാക്കോബിനോട് ചോദിച്ചു, എന്തിനാ നീ പോയത്? ഞാൻ നിന്നെ യാത്ര അയക്കില്ലായിരുന്നു, എല്ലാം നിന്റെയല്ലേ, പിന്നെന്തിനാ നീ അങ്ങനെ പോയി? കൈകൂപ്പി, ഇതെൻ്റെ ഭാഗമാ. കൈകൂപ്പി, ഒന്ന് കൈകൂപ്പിക്കേ പ്ലീസ്. ഇതൊരു വിനയത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് അടിമത്വമായി മാറരുത്. ഇതൊരു വിനയത്തിൻ്റെ ഭാഗമാണ്.
റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് അടിമത്വത്തിൻ്റെ ഭാഗമായി മാറരുത്. എനിക്ക് തോന്നുന്നു ആ കൈകൂപ്പി ലാബാനോട് യാക്കോബ് പറയുക, കഴിഞ്ഞ 20 വർഷം നിന്നെ ഞാൻ സേവിച്ചു. 14 വർഷം റാഹേലിന് വേണ്ടി, 6 വർഷം നിന്റെ ആടുമാടുകൾക്ക് വേണ്ടി. പറയുമ്പോൾ കണ്ടമിടറി, കണ്ണു നിറഞ്ഞു, ഹൃദയം തകർന്നു. ഞാൻ 20 വർഷം നിന്നെ സേവിച്ചു. യാക്കോബേ, ലാബാനെ സേവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേ, അവനെ സേവിക്കാനാ. അവനെ സേവിക്കാനാ. നിന്റെ ആടുമാടുകളിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു ലാബാനെ? ദുഷ്ടമൃഗം കടിച്ചു കയറിയതിനെ ആടിനൊക്കെ ഞാൻ ഉത്തരവാദിയായിരുന്നു. പകലത്തെ വെയിലും രാത്രിയിലെ തണുപ്പും കൊണ്ട് എൻ്റെ ശരീരം ക്ഷയിച്ചു. പക്ഷേ ഞാൻ തകർന്നു പോകാതിരുന്നത് അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കുണ്ടായിരുന്നത് കൊണ്ട്. രാത്രി ദൂത് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പല ഹൃദയങ്ങളെയും തൊടുന്നത് ഞാൻ കാണുന്നുണ്ട് ആത്മാവിൽ. എൻ്റെ പ്രസംഗം എനിക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് സങ്കടമില്ല. ഇന്ന് രാത്രി നിന്റെ വീട്ടിലൊരു വെളിച്ചം ദൈവം വീശാൻ പോകുകയാണ്. എൻ്റെ അപ്പനാകുന്ന അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നെങ്കിൽ. രാത്രി പരിശുദ്ധമാവി പ്ലാറ്റ്ഫോമിൽ വെച്ച് എന്നോട് സംസാരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു സന്ദേശം ദൈവത്തിന് പറയാനുണ്ട്. സമയം കളഞ്ഞത് കളഞ്ഞോ യാക്കോബേ, ഇനി ടൈം കളയരുത്. ഇനി നിനക്കുള്ള ദിവസങ്ങളാണ്. നിന്നെക്കൊണ്ട് കാര്യം കണ്ട ആ ലാബാന്മാർ ഒത്തിരി പേര് കാണും. നിന്നെക്കൊണ്ട് കീശ വീർപ്പിച്ച ഒത്തിരി അച്ചാച്ചന്മാർ കാണും. ഇനി ദൈവാത്മാവ് നിന്നോട് പറയുന്നു, മനുഷ്യർക്ക് വേണ്ടിയുള്ള ജന്മമല്ല, ഇനി കർത്താവിന് വേണ്ടിയുള്ള ദിവസങ്ങളാണ് മുമ്പിലുള്ളതെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കമാൻ ആ കരങ്ങളൊന്ന് വീശിയോ, കൈ അടിച്ചോ, സ്തോത്രം ചെയ്തോ, ഹല്ലേലൂയ പറഞ്ഞോ. ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കപ്പാ. ഇനി മനുഷ്യർക്ക് വേണ്ടിയുള്ള രാത്രിയല്ല, ദിവസങ്ങളല്ല, ഇനി എൻ്റെ യേശുവിന് വേണ്ടി. എനിക്കിന്നും മനസ്സിലാകുന്നില്ല, ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനൊക്കെ ഞാൻ ഉത്തരവാദിയായിരുന്നുവെന്ന് പറഞ്ഞ എന്താണ് അതിൻ്റെ അകത്ത് അർത്ഥമാക്കണ്ടേ? 100 ആട് എണ്ണി ലാബാൻ കൊടുത്തിട്ട് മേയിച്ചിട്ട് വരാൻ പറയുമ്പോൾ ഒന്നിനെ ദുഷ്ടമൃഗം വലിച്ചു കീറിയെങ്കിൽ 100-1 പോയാൽ 99 ഉത്തരവാദിത്വം പറഞ്ഞു എന്ന് പറഞ്ഞാൽ 2 കൈയും കൂടി താഴോട്ട് കുത്തി 4 കാലും വാലുമുള്ള ആട് കൂട്ടി കീറുന്ന പോലെ 100ാമത്തെ ആടെന്ന് പറഞ്ഞ് ഞാൻ കീറിയെന്നോ? എന്താ അതിൻ്റെ അർത്ഥം? സഹോദര സഹോദരി, വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് തകർന്ന ഒരാളല്ലേ നീ? നിന്റെ ആയുഷ്യം മൊത്തം കഷ്ടപ്പെട്ട് വീട് നോക്കിയിട്ട് അവസാനം വീട്ടുകാർ നിന്നോട് ചോദിച്ചൊരു ചോദ്യം, നീ എന്ത് ചെയ്തു എന്നല്ലേ? എല്ലുമുറിയെ പണിയെടുത്ത് രാത്രി നടുവേദന കൊണ്ട് പുളയും വീടും അടുത്ത് വന്ന് നിന്നുകൊണ്ട് എന്ത് പറ്റിയെന്ന് പോലും ചോദിക്കാൻ വീട്ടുകാർ മനസ്സ് വെക്കാത്തത് കണ്ട് മനസ്സ് നുറുങ്ങുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നില്ലേ? നിന്നോട് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇന്ന് രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രിയാ. നിനക്ക് പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പവർ ഇന്ന് രാത്രി നീ ചാടി പിടിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ചോദിക്കാൻ ആരുമില്ലെങ്കിലും ചോദിക്കാനും പറയാനും വേറൊരാളുണ്ടെന്ന് എൻ്റെ കർത്താവ് തെളിയിക്കുന്ന വർഷമാ 2020. അതുകൊണ്ട് ഈ രാത്രി നീ അത് പ്രാപിക്കുക. എന്നോട് ചേർന്ന കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. അവരവരുടെ വീടിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ തീക്കകത്ത് ഹോമിക്കുന്നത് പോലെ ഏതോ ഒരു വീടിന് വേണ്ടി മാത്രം ജീവിതം തകർത്ത് അവസാനം നിൻ്റെ കയ്യിൽ കിട്ടിയ റിസൾട്ട് ഒരു വട്ടപൂജ്യം മാത്രം. പക്ഷേ ഇന്ന് രാത്രി കാൽവറിയിൽ നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച നാഥൻ ഈ യാബോക്ക് കടവ് കടക്കാനുള്ളൊരു ദൈവശക്തി നിനക്ക് തരാൻ പോവാ. നിന്റെ അനുഭവങ്ങളുടെ യാബോക്ക് ക്രോസ് ചെയ്യാനുള്ളൊരു ദൈവകൃപ ദൈവം നിനക്ക് തരാൻ പോകുകയാ. നിന്റെ വേദനയുടെ അനുഭവങ്ങൾ മുഴുവൻ തിങ്ങി നിറഞ്ഞ യാബോക്ക് ആമെ ക്രോസ് ചെയ്യാനുള്ളൊരു അനുഭവം ദൈവം നിനക്ക് തരാൻ പോകുകയാ. അതിനുവേണ്ടി ഒരു അഭിഷേകം ദൈവത്തോട് ചോദിച്ച് പ്രാപിക്കുന്ന ദൈവമക്കൾ മറന്നു പോകരുത്. ആ കര ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി മാക്സിമം പവറോടെ അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് നിന്റെ വീടിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ വിടുതൽ ഇന്ന് രാത്രി ചലിക്കുകയാ.
പ്രാർത്ഥിക്കുക. ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരിക. നിങ്ങളുടെ ശബ്ദം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഉയരട്ടെ. ബ്ലസ് കണ്ടലയുടെ പല മീറ്റിംഗും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ദൈവകൃപയുടെ ചലനം നടക്കുന്ന ഒരു രാത്രി ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ജനം ഒന്നടങ്കം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു വിടുതലിന് വേണ്ടി ദാഹിക്കുന്ന രാത്രിയായത്. ചിലത് യാബോക്ക് കടവ് കടക്കാൻ പോകുകയാ. ഇക്കരെ നിന്നെ ആണ്ടുകൾ പിടിച്ചൊതുക്കിയ അന്ധകാര ആധിപത്യങ്ങളെ ഇന്ന് രാത്രി എൻ്റെ ദൈവം ശാസിക്കുന്ന രാത്രിയാണ്. കടക്കണിക്കകത്ത് നിന്നെ പെടുത്തി സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വാടകയ്ക്ക് മാറിയ ചിലതിനെ ഇന്ന് രാത്രി ദൈവാത്മാവ് വെളിപ്പാടിൽ കാണുകയാ. നിനക്ക് വേണ്ടി സ്വന്തം ആധാരം എഴുതി ഈ ആണ്ട് തീരുന്നതിന് മുമ്പേ ഞാൻ ദൈവമാണെന്ന് തെളിയിക്കാൻ കരുത്തുള്ളൊരു നാമ ഈ രാത്രി ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുകയാ. വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാടുകളിൽ ഒരടിമത്വ മേഖല നന്നായി കണ്ടൊരു സുവിശേഷകനാണ് ഞാൻ. എന്തിനേറെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന കർത്തൃനാശന്മാർ വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിൽ വരുവാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത വീട്ടിൽ, ടെലഫോണില്ലാത്ത വീട്ടിൽ, ഓലപ്പുരയ്ക്കകത്ത് ദൈവദാസൻ വന്നു കയറി ഹാലേലുയ എന്ന് പറയുമ്പോഴാണ് അറിയുന്നത് ആൾ വന്നെന്ന്. അപ്പൻ ആ ദൈവദാസനെ പിടിച്ചിരുത്തി വർത്താനം പറഞ്ഞ് സന്തോഷത്തോടെ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അമ്മയെ പറഞ്ഞു വിടും അടുത്ത വീട്ടിൽ ചെന്ന് ആ ദൈവദാസന് കൊടുക്കാനുള്ള പണം കടം മേടിച്ചുകൊണ്ട് വരുന്നത് വരെ സംസാരം നീണ്ടോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കുടുംബത്തിലാണ് ഞാൻ പറന്ന് വീണത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. നിങ്ങളുടെ അനുഭവങ്ങളെക്കാൾ വലിയൊരു ദൈവത്തെയാണ് നീ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ അനുഭവത്തെക്കാൾ വലിയൊരു ദൈവത്തെയാ ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. കമാൺ, അതെത്ര പേർക്ക് ഉറപ്പിക്കാൻ കഴിയും? ഇന്ന് രാത്രി വരെ നീ ഏതെല്ലാം വേദനയുടെ അനുഭവങ്ങൾ അനുഭവിച്ചോ ആ അനുഭവങ്ങൾ സത്യമായിരിക്കെ ആ അനുഭവത്തെക്കാൾ വലിയൊരു ദൈവത്തെയാ ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഉയർത്തുന്നത്. അവന്റെ പേരത്രേ യേശു. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അനുഭവത്തെക്കാൾ വലിയൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചങ്കുറപ്പോടെ കരമുയർത്തി ഹല്ലേലൂയ പറ ദൈവത്തിന്. നിന്റെ യാബോക്ക് നീ കടക്കും, പേരുമാറും ഇസ്രായേൽ. പക്ഷെ സങ്കടം എന്താണെന്നറിയോ? 32-ാം അധ്യായത്തിൽ ലാബാനെ അഡ്ജസ്റ്റ് ചെയ്ത് 31-ൽ, പക്ഷെ 32-ലോ സഹോദരൻ വരിക യേശാവിന്റെ മുമ്പിൽ കുറെ സാധന സാമഗ്രികൾ നന്മകളെല്ലാം ആമേൻ മറ്റൊരു ദൂതൻ വർഷം കൊടുത്തയച്ചിട്ട് പറയുക, നിന്റെ അടിയാൻ ആരാ? ഞാൻ യാക്കോബേ, നിന്റെ അടിയാൻ. പേര് മാറി ഇസ്രായേൽ എന്നുള്ള നാമകരണം വീഴുമ്പോഴും നിന്റെ അടിയാൻ അല്ല യാക്കോബേ, നീ ഒരു രാജ്യമാകാൻ പോവാ. നിന്റെ പേരിൽ ഒരു രാജ്യം ഭൂമിയിൽ അറിയപ്പെടാൻ പോവാ. ആ രാജ്യത്തെ വെല്ലാൻ പറ്റിയ ഒരു ശക്തി ഉലകത്തിൽ വേറെ ഉണ്ടായിരിക്കാത്ത രീതിയിൽ നിന്റെ പേര് മാറ്റി ഞാനിട്ട ഇസ്രായേൽ എന്ന് പറയുന്ന ആ കൊച്ചു രാജ്യം നിനക്കത് അറിയില്ല. പക്ഷെ ഇന്നും നീ നിന്റെ ചേട്ടന്റെ മുമ്പിൽ അടിയാനെന്ന് പറഞ്ഞ് കൈകൂപ്പാതെ. ഞാൻ എൻ്റെ കൊച്ചിലെയൊക്കെ വീട്ടിൽ ഒത്തിരി പാട്ട് പാടാൻ വലിയ ഇഷ്ടമാണ്. കൊട്ടിപ്പാടും. വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന കന്നാസിലൊക്കെ കൊട്ടിപ്പാടും, ടാങ്കിലൊക്കെ കൊട്ടിപ്പാടും. പാടുന്ന പാട്ട് മിക്കതും ശോകഗാനങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ പാട്ട് ശോകമല്ലെങ്കിലും പാടി തീരുമ്പോൾ അത് ശോകമായി പോകും. കാര്യം അനുഭവം അങ്ങനെ ആയതുകൊണ്ടാണ്. ആത്മാവേ നീ എന്തു കൊണ്ട് ഇല്ലേ ജീവിതത്തിൽ നീറിയിടുന്നു, ആത്മനാഥൻ കൂടെയുണ്ട്, തള്ളുകയിൽ അന്ത്യം വരെ. ആത്മനാഥൻ കൂടെയുണ്ട്, തള്ളുകയിൽ അന്ത്യം വരെ. ആത്മാവേ നീ എന്തു കൊണ്ട് ഈ വിധത്തിൽ നീറിയിടുന്നു, ആത്മാവേ നീ എന്തു കൊണ്ട് ഈ വിധത്തിൽ നീറിയിടുന്നു, ആത്മനാഥൻ കൂടെയുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ. കുറച്ചുകൂടെ സ്പീഡ് കുറച്ചത് പാടാമെങ്കിൽ കരയാൻ തോന്നും. ഇച്ചിരി സ്പീഡ് കൂട്ടി പാടിയാൽ ആരാധിക്കാൻ തോന്നും.
എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ കഴിയും? ഇന്ന് രാത്രി നിന്റെ ദുഃഖത്തിൻ്റെ കെട്ട് കർത്താവ് പൊട്ടിക്കുക. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കരങ്ങളടിച്ചേ. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഹല്ലേലൂയ. കം ഓൺ, ഹല്ലേലൂയ. അത് പാടിയപ്പോൾ തന്നെ ഒരു ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഒന്നുകൂടെ പാടാൻ പോവാം. നദി 20 പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നുകൂടെ പാടും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോകാം. ഈ മഹായോഗം ഒത്തിരി ചെലവിട്ട് നടത്തുന്നതാണ് ഈ പ്രസ്ഥാനം. അതുകൊണ്ട് വോളണ്ടിയേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഓഫറിങ് എടുക്കാൻ വേണ്ടി സഭ നിയോഗിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതാത് സ്ഥാനത്ത് വന്ന് നിന്നതിന് ശേഷം ഞാൻ ഈ വരി ഒന്നുകൂടെ പാടും. ആ സമയത്ത് നാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഓഫറിങ്സും കൂടി ഈ ഗ്യാപ്പിലൊന്ന് കൊടുത്തതിന് ശേഷം, അത് കൊടുക്കുന്നത് നിങ്ങളുടെ അടിമത്തം പൊട്ടിയ ഓഫറിങ് വേണം കൊടുക്കാൻ. പോരാ, ചേർന്ന് പറഞ്ഞ ആമേ. നോ 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 ശബ്ദം ഉയർത്തി ഒരു ആമേൻ എന്ന് പറയാമോ? ഓക്കെ. ഇരുന്നുകൊണ്ട് ഓഫറിങ് എടുക്കേണ്ട എല്ലാവരും എഴുന്നേറ്റാട്ടെ. ആ നന്മയുമായി സകല ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് തന്നെ. ആ ഓഫറിങ്ങിൻ്റെ അകത്ത് തന്നെ ഒരു ദൈവകൃപയുണ്ടാകണം. ദാരിദ്ര്യം പേറിയ ചില മേഖലകളുടെ കെട്ട് കർത്താവ് ഇന്ന് രാത്രി അഴിക്കാൻ പോവാം. അടിമത്വത്തിൻ്റെ കെട്ട് പൊട്ടിക്കാൻ ആ കാൽവറിയിൽ യേശു മരിച്ചതെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെ ഉറപ്പുള്ളവർ മാത്രം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് ആമേൻ എന്നൊന്ന് പറഞ്ഞേ. നമ്മുടെ പ്ലസ് കണ്ടല മീറ്റിംഗ്, ഇതെൻ്റെ ഫാമിലിയിലെ മീറ്റിംഗ്. ഞാനും ഈ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്നുകൂടെ കരം കൊടുത്തിട്ട് പറ ആമേ. കാൽവറിയിൽ നിനക്ക് വേണ്ടി അവൻ പരമയാഗമായത് അടിമകളെ ആമേ ഉരുവാക്കാൻ വേണ്ടിയല്ല, അടിമത്തത്തിൻ്റെ കെട്ടഴിച്ച് ഉടമയാക്കാൻ വേണ്ടി, ഉലകത്തിൽ മുഴുവൻ ഭാരം ചുമക്കാൻ വേണ്ടി ജന്മം കൊണ്ട് വിധിക്കപ്പെട്ടത് കഴുതക്കുട്ടിയാണേലും അതിൻ്റെയും കൂടി കെട്ടഴിക്കാൻ തമ്പുരാൻ അയച്ചെങ്കിൽ 4 കാലും വാലുമുള്ള കഴുതക്കുട്ടിയുടെ കെട്ടഴിക്കാൻ മനസ്സ് വെച്ചവന് അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ കെട്ടഴിക്കാൻ മനസ്സില്ലാതെ വരുമോ? സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അടിമത്വം മാറിയ ഒരു ഓഫറിംഗ് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവമക്കൾ ആത്മാ നിറവിൽ ഇന്ന് രാത്രി കാഴ്ചയായി വയ്ക്കുകയാണ്. ഇന്ന് രാത്രി ഓഫറിംഗ് ഇടുന്ന ദൈവമക്കളുടെ സാമ്പത്തിക മേഖലയിലെ അടിമത്വങ്ങൾ, പ്രവാസങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാ. ഇന്ന് രാത്രി അവരിടുന്നത് നല്ല നിലത്താ വീണതെന്ന് 24 മണിക്കൂറിനുള്ളിൽ തെളിവായി വെളിപ്പെടട്ടെ. നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയുമെന്നുള്ള തിരുവെടുത്ത് പോലെ ഇന്ന് രാത്രി അവർ നിറഞ്ഞു കവിയുന്നൊരു അനുഗ്രഹം ആത്മാവിൽ അനുഭവിക്കട്ടെ. കടക്കണിയിൽ മുങ്ങിയവർ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൻ്റെ വിടുതൽ അനുഭവിക്കട്ടെ. വീട് ജപ്തിയായി പോകുമെന്നുള്ള ചിന്തയിൽ കടക്കണി കയറിയവർ ഇന്ന് രാത്രി തലയിൽ അഭിഷേകം ചുമക്കട്ടെ. അടിയനവരെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് പറഞ്ഞേ ആമേ. ഓക്കെ, വോളണ്ടിയേഴ്സ് ദയവായി മെച്ചുവർ ലെവൽ, നല്ല മുതിർന്ന ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ആ ഓഫറിംഗ് സ്വീകരിക്കുക. കമോൺ, നമുക്ക് ഒരുമിച്ച് പാടി അതേ വരി, ആ പഴയ വരി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റിയൊരു വരി. കമോൺ, ഹല്ലേലൂയ. കഷ്ടനഷ്ടം ഏറി വന്നാ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടം ഏറി വന്നാ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന
കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദോഷമായിട്ടൊന്നും എന്റെ നാഥൻ ചെയ്യുകയില്ല. ദോഷം ആയിട്ടൊന്നും എന്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലോ അവൻ എന്നെ നഷ്ടമൊന്നുമില്ല. മഹാരാജാൽമാരെ നാരാ ഹംസ രാജമാരെ രാരാ അടക രാജമാരെ രാരാ സൈനന്മാരെ ആരാനേ അസസ്തിയാലാരേ ആരാജാനേ അന്താരാജിനാരാ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഓ എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും. ആരാണ്ട് കൈയൊന്ന് ചേർന്നു. മഹാരാജ മക്കളരാജീമാരാ അസ്മാലാദിൽ മാരേ നാരാ അമ്മസാദിൽ മാരേ നാരാ ആയമാരിയാരേ നാരാ മഹാരാജേ നാരേ നാരേ ആശിവാദികരം നാരേ ആരാജാരി അമ്മാരാ വിളിയുള്ളവൻ നിന്റെ ഭാവി കളയരുത്. യാബോക്ക് കടവ് നിന്നെ അത് വിളിച്ചറിയിക്കും. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പേരുകൊണ്ട് മനോഹരമാകുന്നൊരു നദി, 6666 നീളം ഉള്ള ഒരു വലിയ നദി നൈൽ. 2 ഭാഗങ്ങളാണ് അതിൻ്റെ അകത്ത് ഇന്ന് രാത്രി കൈമാറിയിട്ട് വളരെ പെട്ടെന്ന് ഞാൻ ഓടി വരാം. ജനിക്കുന്ന ഏതാൺ കുഞ്ഞുങ്ങളെയും നദിയിലേക്ക് എറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന ഫറവോന്റെ ഭാഗത്തു. അമ്മയുടെ കയ്യിരിക്കുന്ന കുഞ്ഞുങ്ങളെ വലിച്ചു പിടിച്ചുകൊണ്ട് ഓടുക നൈൽ നദിയിലേക്ക്. അലറിക്കരഞ്ഞുകൊണ്ട് അമ്മ പുറകെ, കൊല്ലല്ലേ എൻ്റെ കുഞ്ഞിനെ, കൊല്ലല്ലേ, എൻ്റെ കുഞ്ഞിന് പകരം ഞാൻ മരിച്ചോളാം. അമ്മമാരുടെ കണ്ണുനീരിനൊന്നും ഫറവോൻ്റെ കിങ്കരന്മാർ വില കൽപ്പിച്ചില്ല. പക്ഷെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന ഒരൊറ്റ നാമം ഭൂമിയിലുണ്ടേ.
അവനിന്ന് രാത്രി യോഗത്തിൽ വന്നിട്ടുണ്ട്. പണം കണ്ടു നിൽക്കുന്ന നാമങ്ങൾ ഒത്തിരിയുണ്ട്, സൗന്ദര്യം കണ്ടു നിൽക്കുന്ന നാമങ്ങൾ ഒത്തിരി ഈ മണ്ണിലുണ്ട്. പക്ഷെ കണ്ണുനീര് കണ്ടു നിൽക്കുന്ന ഒരൊറ്റ നാമം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ നാമത്തിന്റെ പേരത്രേ യേശു. Come on, കര ഉയർത്തി പറ ജീസസ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും രക്തം നൈൽ നദി കുടിച്ചു. പക്ഷെ എമ്രാമിൻ്റെയും യോഖേബേദിൻ്റെ വീട്ടിൽ വളർന്നു വന്ന ആ തലമുറ മാസം 3 ഞാങ്ങണപ്പെട്ടകത്തിൻ്റെ അകത്ത് അതേ നദിയിൽ ഒഴുകി. പെട്ടകത്തിന് ഡ്രൈവറില്ല, പക്ഷേ ഉണ്ട്. കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നാളുകൾ കരഞ്ഞ അമ്മയുടെ പ്രാർത്ഥന അതിനെ ഡ്രൈവ് ചെയ്തു. ഒഴുകിപ്പോകേണ്ട ഞാങ്ങണപ്പെട്ടകം ഒഴുകി എത്തേണ്ട കൈകളിൽ തന്നെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന അമ്മമാരിവിടെയുണ്ട്, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരിവിടെയുണ്ട്. നിന്റെ പ്രാർത്ഥന നിന്റെ തലമുറയെ എത്തേണ്ട മേഖലയിൽ എത്തിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറിയാൽ അതെൻ്റെ തലമുറയ്ക്കുള്ള ദൂതായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കരുത്തുണ്ടെങ്കിൽ കമാൻ തൊടില്ല. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ തലമുറയെ പിശാച് തൊടില്ല. കാഴ്ചയിൽ ഭംഗിയുള്ളതാണെങ്കിലും ഭക്തന്റെ കയ്യിലെ അഭിഷേകത്തിന്റെ വടി തൊട്ടപ്പം വെള്ളം രക്തമായി പോയി. പറവനെ, നിന്റെ മണ്ണിലെ കുടിവെള്ളം മുട്ടിച്ചവനാ തമ്പുരാൻ. രക്ത നദിയായി മാറി നൈൽ, രക്ത നദിയായി. പഞ്ചഗ്രന്ഥം കഴിഞ്ഞു ജോഷുവയിലേക്ക് വരുമ്പോ അവിടെ ഒരു നദിയുണ്ട്. പ്രശ്നം ഇതാ, കൊയ്ത്ത് കാലത്തും കൂടി കരകവിഞ്ഞൊഴുകും. നടക്കാത്തൊരു സംഭവം, പക്ഷേ യോർദാന്റെ സ്വഭാവം അങ്ങനെ കരകവിഞ്ഞൊഴുകും. ഇസ്രായേൽ മക്കളെല്ലാം വന്ന് നിൽക്കുക ജോഷുവയുടെ നേതൃത്വത്തിൽ. കെഹാത്തിൽ എന്ന് പറയുന്ന ലേവ്യ കുടുംബത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവർ പെട്ടകം ചുമന്നിരിക്കുക തോളിൽ. ഖദിരമരം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും പൊതിഞ്ഞത് പൊന്നാണ്. അടിപ്പുപണിയായി പൊന്നുകൊണ്ടുണ്ടാക്കിയ കെരൂബുകൾ, അതിൻ്റെ അകത്താണ് ഷെഖൈന, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നേ. അത് വാഹനത്തിൽ കൊണ്ടുപോകാനുള്ളതല്ല, അത് തോളിൽ ചുമക്കാനുള്ളതാ. ചേർന്ന് പറഞ്ഞേ ആമേൻ. ജനത്തോട് യോശുവ പറയുന്നൊരു ഭാഗമുണ്ട്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മുമ്പേ പോകണം, ബാക്കി ജനം മുഴുവൻ 2000 മുഴം അകലത്തിൽ നിൽക്കണം. ജനത്തിന് 2000 മുഴം അകലമാ പെട്ടകവുമായി. 2000 മുഴം അകലം. ഇത് ചുമക്കുന്ന കെഹാത്യൻ എന്തോരം അകലമുണ്ട് പറ. ജനത്തിന് 2000 മുഴം അകലത്തിൽ നിൽക്കണം അവർ പെട്ടകവുമായി. പക്ഷെ ചുമക്കുന്ന പുരോഹിതന്മാർക്ക് അകലമില്ല. ദൈവസാന്നിധ്യവുമായി അകലമില്ലാത്തവരുടെ വർഷമാണ് 2020. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ കൺവെൻഷൻ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. പണമുള്ളവൻ്റെ വർഷമല്ല, പിടിപാടുള്ളവൻ്റെ വർഷമല്ല, സൗന്ദര്യമുള്ളവൻ്റെ വർഷമല്ല, കഴിവുള്ളവൻ്റെ വർഷമല്ല, കുതികാലി ചവിട്ടുന്നവൻ്റെ വർഷമല്ല, ആഭിചാരം ചെയ്യുന്നവൻ്റെ വർഷമല്ല, മന്ത്രവാദം ചെയ്യുന്നവൻ്റെ വർഷമല്ല, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവൻ്റെ വർഷമല്ല, അസൂയുള്ളവൻ്റെ വർഷമല്ല, പിടിപാട് കൊണ്ട് പലതനെയും തകർത്തു മുടിക്കുന്നവൻ്റെ വർഷമല്ല, ദൈവ സാന്നിധ്യവുമായി അകലം വിടാതെ ചുമക്കുന്നവന്റെ വർഷമാ ഈ 2020 എന്ന് ഇന്ന് രാത്രി ഉറപ്പിക്കാൻ കരുത്തുണ്ടെങ്കിൽ ദൈവത്തെ. പലരോടും കിടപിടിക്കാനുള്ള പണം നിന്റെ കയ്യിൽ കാണുകയില്ല. പലരോടും കിടപിടിക്കുവാനുള്ള ആരോഗ്യം നിന്റെ ശരീരത്തിൽ കാണുകയില്ല. പലരോടും കിടപിടിക്കുവാനുള്ള പിടിപാട് നിനക്ക് കാണുകയില്ല. പക്ഷേ പലർക്കും തകർക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം ചുമക്കുന്ന വർഷമാ ഈ 2020. എല്ലാ അഭിഷിക്തന്മാരോടും ഞാൻ ആത്മാവിൽ കൈമാറുന്നു. എല്ലാ സഭാ ശുശ്രൂഷകന്മാരോടും ഇന്ന് രാത്രി ഞാൻ കൈമാറുക. 2020 നീ ദൈവ സാന്നിധ്യത്തെ മാത്രം ഒട്ടിയും മുട്ടിയും ദൈവ സാന്നിധ്യവുമായി നീ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിന്നെ തൊടാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയില്ല. ഒരു തന്ത്രങ്ങൾക്കും ഗൂഢാലോചനകൾക്കും നിന്നെ തകർക്കാൻ കഴിയില്ലെന്ന് ഇന്ന് രാത്രി ആത്മ നിറവിൽ ഞാൻ കൈമാറുമ്പോ ദൈവ സാന്നിധ്യവുമായി ഒന്ന് ചേർന്നിരിക്കാൻ എത്ര പേര് ഇന്ന് രാത്രി ആഗ്രഹിക്കും? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാലുകൾ വെള്ളത്തിൽ മുട്ടിയപ്പോൾ തന്നെ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് തീർന്നു. യോർദാൻ മുറിഞ്ഞു. പോകയാ ഇസ്രായേൽ മുഴുവൻ. യോശുവ ഇവിടെയുണ്ട്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ നടുക്കുണ്ട്. അവര് കയറിയാൽ യോർദാൻ പഴയ പോലെയാകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞാൻ കൈമാറട്ടെ. 2019 വരെ വാഗ്ദത്തം കേട്ട് കണ്ണുനീരോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വാഗ്ദത്തത്തെ താലോലിച്ച പലരുടെയും കണ്ണിന്റെ മുമ്പിൽ തന്നെ വാഗ്ദത്തം നിറവേറുന്നത് നീ കാണും. പിടിവലി കൂടണ്ട, ആരോടും ഫോൺ ചെയ്ത് ക്യാൻവാസ് ചെയ്യണ്ട. ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരോടെ കരഞ്ഞ് ദൈവ സാന്നിധ്യം ചുമക്കുന്ന ഒരാത്മമണ്ഡലത്തിൽ നീ മാറാമെങ്കിൽ എത്തിക്കേണ്ട ശുഭ തുറമുഖത്ത് അഭിഷിക്തൻ എന്ന് രാത്രി പറഞ്ഞ പോലെ ആ ശുഭഭാവിയിലേക്ക് സർവശക്തനാകുന്ന ദൈവം പ്രാർത്ഥിക്കുന്നവനെ എത്തിക്കുമെന്ന് ഈ രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ.
ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മറ്റൊരു നദിയുണ്ട്, അതിൻ്റെ പേര് കീശോൻ തോടെന്നാണ്. കീശോൻ തോട്. അപരിചിതമല്ലേ ആ പേര്? ഒന്നിലധികം പ്രാവശ്യം ബൈബിൾ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ കീശോൻ തോട്. ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നൊരു ശക്തിയുടെ പേരെവിടെയുണ്ട്, സീസര. 900 ഇരുമ്പ് രഥത്തോടു കൂടെ തൻ്റെ ജനത്തെ തകർത്ത് മുടിച്ച ഒരു ശക്തി, 20 സംവത്സരം പീഡ അഴിച്ചു വിട്ട ഒരു ശക്തി. അവിടെ മാത്രമല്ല, എവിടെയും സീസരയുണ്ട്. സീസര ആശ്വസിപ്പിക്കുന്നവനല്ല, വേദനിപ്പിക്കുന്നവനാണ്. സീസരായുടെ ഭരണം വേദനയായിരുന്നു ഇസ്രായേൽ ജനത്തിന്. പക്ഷെ സീസര അറിഞ്ഞില്ല പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി കരുവേലകത്തിൻ്റെ ചുവട്ടിലുണ്ടെന്ന്. അവിടെ പേര് ദെബോര എന്നാണ്. AK-47 പവറാ സാറേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണീന്ന് വീഴുന്ന കണ്ണുനീരിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബിനേക്കാൾ അത് പവറാണ്. തമ്പുരാൻ്റെ കയ്യെ ചലിപ്പിക്കുന്ന പവറാ പ്രാർത്ഥനയ്ക്കകത്തുള്ളതെന്ന് അനുഭവത്തിൽ അറിഞ്ഞ ദൈവമക്കളെ ഈ രാത്രി ഇവിടെ കൈയടിക്കുന്ന കമാൻ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബാരാക്ക് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ അവിടെയുണ്ട്. ദെബോര മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കരുവേലകത്തിന്റെ കീഴെ. ഉടനെ ദൈവാത്മാവ് പറഞ്ഞ് പോകുക, സീസറയെ പിടിക്കാൻ സമയമായി. സഹോദരി, 2020 നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. ആത്മാക്കളെ നേടാനുള്ള നിയോഗം നിനക്കുണ്ട്. അടുക്കളയിൽ തീയൂതി മാത്രം ജീവിതം തീർക്കാനുള്ള ജന്മമല്ല നിന്റെ ജന്മം. വീട്ടിലെ പണി വളരെ പെട്ടെന്ന് തീർത്തിട്ട് നീ പുറത്തിറങ്ങണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഒരു പടക്കുതിരയെപ്പോലെ പടയെന്തുവാൻ അഭിഷേകത്തോടെ നീ നിലനിൽക്കാമെങ്കിൽ സഹോദരി, ഒരു ഫേബയെപ്പോലെ, ഒരു എസ്തേറിനെ പോലെ, ഒരു ദെബോരയെപ്പോലെ പരിശുദ്ധാത്മാവിന് ഈ തലമുറയിൽ നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ഉണർവിൻ്റെ ഒരു സീസൺ ലോകരാജ്യങ്ങളെ നടുക്കിയ ഒരു കാലമുണ്ടായിരുന്നു. 1901, 1902, 1903, 4, 5 വർഷങ്ങൾ ഉണർവിൻ്റെ സീസണാണ്. ഇംഗ്ലണ്ടിലെ വെയിൽസിലും അമേരിക്കയിലെ വില്യം ജെ സൈമൂർ എന്ന് പറയുന്ന ദൈവദാസൻ അസൂസ സ്ട്രീറ്റിലും ഓസ്ട്രേലിയയിലും എന്തിനേറെ അങ്ങ് വരെ ഓടണ്ട. ഇവിടെ നമ്മുടെ ഈ കൊച്ചു ഭാരതത്തിൽ മഹാരാഷ്ട്രക്കടുത്ത് പൂനെക്കടുത്ത് കേടുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മുക്തി മിഷൻ എന്ന് പറയുന്ന ആ മനോഹരമാകുന്ന പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഒരു ദൈവദാസൻ മുഖാന്തരമല്ല ഭാരതം ഉണർവിലേക്ക് വന്നത്, ഒരു സഹോദരി മുഖാന്തരമാണ്. അവിടെ പേരാണ് പണ്ഡിത രമാഭായി. 8 വയസ്സും 10 വയസ്സും 12 വയസ്സും പ്രായമുള്ള ഭാര്യമാർ ആ തലമുറയിൽ ഭാരതത്തിൻ്റെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒത്തിരി വേദനിക്കുന്ന സമയം, ശിശുവിവാഹങ്ങൾ ഒത്തിരി കത്തിക്കാളിയ സമയം. 8 വയസ്സുള്ള ഭാര്യ, മനസ്സിൽ കരുതാൻ പറ്റുന്ന ചിന്തയാണോ? 10 വയസ്സുള്ള ഭാര്യ, 12 വയസ്സുള്ള ഭാര്യ. നടന്നു വരുന്ന ഒരു പെൺകുട്ടി അലറിക്കരഞ്ഞുകൊണ്ട് ദേഹമെല്ലാം മുറിവേറ്റ്, മോളെ എന്തു പറ്റി? 12 വയസ്സുള്ള ഭാര്യ പറയുക, ഞാൻ എൻ്റെ ഭർത്തൃ വീട്ടിൽ അടികൊണ്ട് വരികയാ, അവരെന്നെ ഇറക്കി വിട്ടു, ഞാൻ കരഞ്ഞുകൊണ്ട് വരികയാ. 12 വയസ്സുള്ള ആ ഭാര്യയെ ചങ്കോട് ചാരി ഈ 4 അടി മാത്രം പൊക്കമുള്ള പണ്ഡിത രമാഭായി കൊണ്ടുവന്ന് വെച്ചു ആ മുക്തി മിഷന്റെ ഹോളിൻ്റെ അകത്ത്. നമ്പർ 1 ഒന്നാമത്തെ കുഞ്ഞ്, 2, 5, 10, 50, 500, 1000, പിന്നെ 2000. ഏകദേശം 2000 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് മുക്തി മിഷനിൽ മുട്ടുമടക്കി യേശു എന്ന നാമത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയ ഭാരതത്തിന്റെ ഉണർവിന്റെ ചുക്കാൻ അവിടെ പിടിക്കുകയാണെന്ന് ഒരു അന്ധകാര ശക്തിക്കും അറിയാൻ കഴിഞ്ഞില്ല. പണ്ഡിത രമാഭായി എന്ന് പറയുന്ന ഒരു സഹോദരി ജീവൻ കർത്താവിന് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് മറാഠി ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളോട് യേശുവിനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു രാത്രി, അർദ്ധരാത്രി സമയം കഴിഞ്ഞപ്പോൾ 10-12 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയ പ്രാർത്ഥനയിൽ ഒരു പെൺകുട്ടിയുടെ തലയിൽ കത്തിയ തീയ. അടുത്തിരുന്ന പെൺകുട്ടി പേടിച്ചോടിച്ചെന്ന് ബാത്റൂമിൽ ചെന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് ഈ കൊച്ചിന്റെ തല ഒഴിക്കാൻ വരുമ്പോൾ തീ കാണുന്നില്ല. അവിടെ മുഴുവൻ ആളിക്കത്തുന്ന ആത്മാവിന്റെ തീ. ആത്മ നിറവിൽ പരിശുദ്ധാത്മാവേ, ഭാരതത്തിൽ ഉണർവ് വേണം. ആ ഉണർവ് ഇന്ന് ആരംഭിക്കണം. 12 വയസ്സുള്ള കൊച്ചിന് ഉണർവെന്ന് പറയാൻ ആര് പഠിപ്പിച്ചു? പ്രാർത്ഥന ജഡത്തിലല്ല, പ്രാർത്ഥന ആത്മാവിലാണ്. പ്രായമധികം അതിക്രമിച്ച പലർക്കും ഉണർവെന്ന് പറയുവാൻ നാവ് വഴങ്ങാതിരിക്കുമ്പോൾ അകത്ത് ആത്മാവിന്റെ തീജ്വാലയുള്ള 12 വയസ്സുള്ളതിനെ കൊണ്ട് ഉണർവിന്റെ തീ വെളിപ്പെടുത്താൻ അവിടെ മാത്രമല്ല ഇവിടെ കണ്ടലയിലും പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവിന്റെ തീയെ വെള്ളമൊഴിച്ചാൽ കെട്ടില്ല സാറേ. നിന്റെ ഭീഷണി കൊണ്ട് തീരില്ല. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കുതിച്ചുയരുന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയാണെന്ന് ഇന്ന് രാത്രി ഞങ്ങൾക്ക് കരമുയർത്തി പറയുന്നതിൽ ഒട്ടും ഭയമില്ല. ഇന്ന് രാത്രി ആ സുവിശേഷത്തിന്റെ പവർ അകത്ത് കയറിയ ദൈവമക്കൾ ആ മുഷ്ടി ചുരുട്ടി പിടിച്ച് കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. ആ സീസണിൽ മുക്തി മിഷനിൽ സ്നാനപ്പെട്ടത് 1200-ലധികം പേരാണ്. ഈ പ്രസ്ഥാനത്തെ UGMI പ്രസ്ഥാനത്തെ എൻ്റെ വലം കൈ ഉയർത്തി ഞാൻ ബ്ലസ് ചെയ്യുന്നു.
ഈ പ്രസ്ഥാനം കേരളത്തിൽ കുറേ സഭകളുമായി മാത്രം ഇരിക്കുന്ന പ്രസ്ഥാനമല്ല. കർത്തൃദാസൻ ഷിമോൻ പാസ്റ്ററിൻ്റെ പ്രവർത്തന മേഖലകളുടെ ആഴങ്ങൾ അറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ. ഉത്തരേന്ത്യൻ മേഖലകളിലേക്ക് തൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ ആഴവുമായി ഓടുന്ന ഒരു ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ പ്രസ്ഥാനമായി ഇത്. അവിടെ നിന്നുകൊണ്ട് ഇത് പ്രസംഗിക്കാൻ എൻ്റെ അന്തരാത്മാവ് മനസ്സ് വെക്കുകയാ. പല ഭാഷക്കാരുടെ നടുവിൽ കത്തിക്കാളുന്ന ഒരു ആത്മാവിൻ്റെ ഉണർവുമായി പരിശുദ്ധാത്മാവിൻ്റെ ജനത്തെ ഈ 2020 ഉപയോഗിക്കുമെന്ന് ഈ രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ആ സീസണിൽ സ്നാനമേറ്റത് 1200-ലധികം പേർ. സഹോദരി, നിന്നിൽ അങ്ങനെ ഒരു ഉണർവിൻ്റെ ജ്വാല കത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ഏക കാരണം കൊണ്ട്, വീടിൻ്റെ അകത്തെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള ഏക കാരണം കൊണ്ട് നിങ്ങളതിനെ കെടുത്തിക്കളയരുത്. ഒരുവൻ 1, മറ്റൊരുവന് 2, വേറൊരുവൻ 5 യേശു കൈമാറിയ സമയത്ത് ഇങ്ങനെ പറയുന്നു, പോയിട്ട് വന്നവൻ തിരിച്ചു ചോദിച്ചു, 1 കൊടുത്തവനോട് 1, 2 കൊടുത്തവനോട് 2, 5 കൊടുത്തവനോട് 5. അവിടെ 5 പറഞ്ഞു നിർത്തുന്നുള്ളൂ. പുതിയ നിയമസഭയ്ക്ക് 9 കൊടുത്തേ. തന്നവൻ തിരിച്ചു ചോദിക്കുന്നൊരു കാലം വരുമ്പോൾ, എൻ്റെ വീട് അങ്ങനെയായിരുന്നു, എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരുന്നു, എൻ്റെ ഭാര്യ അങ്ങനെ ആയിരുന്നു, അറ്റ്മോസ്ഫിയർ ഇങ്ങനെയായിരുന്നു, എക്സ്ക്യൂസ് പറയുവാൻ അവൻ്റെ മുമ്പിൽ പറ്റില്ല. ഇവിടെ എക്സ്ക്യൂസ് പറഞ്ഞാൽ സഭയിലെ പാസ് സമ്മതിക്കും, പക്ഷേ അവിടെ എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. നീ പറയുന്ന പ്രതിസന്ധികളെ ഓവർകം ചെയ്യാൻ ഇന്ന് രാത്രി നീ എടുക്കുക ആത്മാവിൻ്റെ പെട്ടകം, ആത്മാവിൻ്റെ ശക്തി എടുത്ത് ഇന്ന് രാത്രി മൂവിയായി പ്രാർത്ഥിക്കുന്ന ദെബോരയെ പോലെ ദൈവാത്മാവ് നിന്നെ വിളിക്കുകയാ. പീഡിപ്പിക്കുന്ന സീസറായിക്ക് ചുട്ട മറുപടി കൊടുക്കാൻ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. ഈശോന്തോടിൻ്റെ അരികെ വെച്ച് സീസര 900 ഇരുമ്പ് രഥവും അതിനുള്ള പട്ടാളക്കാരെയും അണിനിരത്തി ബാരാക്കിനോട് ദെബോര പറഞ്ഞു, പോ, ദൈവം അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക, പോകാൻ പറഞ്ഞു. എന്തിനേറെ 4-ാം അധ്യായത്തിൽ ആ യുദ്ധം ഇസ്രായേൽ ജയിച്ചു. കീശോൻ തോട്ടിൻ്റെ അരികിൽ വെച്ച് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പാടി 5-ാം അധ്യായം ദെബോരയുടെ പാട്ടാണ്. കീശോൻ തോട്, പുരാതന നദിയാകുന്ന കീശോൻ തോട് തള്ളി അങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി. കെന്യനാം ഹേബരിൻ ഭാര്യയാം യായേലോ നരീ ജനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ അന്ന് വൽഗിതത്താൽ ശൂലവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു. നീയും പാടും 5-ാം അധ്യായം. ഭാരതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ 5-ാം അധ്യായത്തിൻ്റെ പാട്ട് ഉയരുമെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഒറ്റ വരിയും കൂടി പറഞ്ഞിട്ട് അടുത്ത നദിയിലേക്ക് ഞാൻ ഓടിപ്പോകാം. ജഡ്ജസിൽ നിന്ന്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പീഡ 20 വർഷമായിരുന്നു, പക്ഷേ സ്വസ്ഥത 40 വർഷമാണ്. കഷ്ടം അനുഭവിച്ച സംവത്സരങ്ങൾക്കൊത്തവണ്ണം സന്തോഷിപ്പിക്കുന്നൊരു ദൈവം. യേശുവിൻ്റെ നാമത്തിൽ ആ വചനം ചൊല്ലി ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. ഈ ബ്ലസ് കണ്ടലയിൽ 20 വർഷം പീഡ അനുഭവിച്ചെങ്കിൽ 40 വർഷം സ്വസ്ഥത, 30 വർഷം കഷ്ടപ്പെട്ടെങ്കിൽ 60 വർഷം സ്വസ്ഥത. യേശുവിൻ്റെ നാമത്തിൽ 2020 നിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സ്വസ്ഥതയുടെ വർഷമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാ. ആ വചനം സ്വീകരിക്കുന്ന ദൈവമക്കൾ കരമടിച്ചോ കൈ ഉയർത്തിയോ ഒന്ന് സ്തുതിക്കുന്നതിൽ തെറ്റില്ല. പീഡ അനുഭവിച്ചത് 20 വർഷമെങ്കിൽ സ്വസ്ഥത 40 വർഷം. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കിദ്രോൻ തോട് കിടക്കുന്ന ദാവീദിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ദാവീദ് കിദ്രോൻ തോട് കടന്നു. പുതിയ നിയമത്തിലും അതേ വേടുണ്ട്. ദാവീദ് എന്നുള്ള വേടിന് പകരം യേശു എന്നൊരു വേടാന്നേ ഉള്ളൂ. അവിടെ വരം ഞാൻ ആ ഭാഗത്തേക്ക് സമയമുണ്ടെങ്കിൽ. ദാവീദ് കിദ്രോൻ തോട് കടന്നു എന്ന് പറയുമ്പോൾ വായിക്കാൻ എളുപ്പമാണെങ്കിലും അനുഭവം അത്ര എളുപ്പമല്ല. ദാവീദ് എന്ന് പറഞ്ഞ ആള് രാജാവ്, സൈന്യാധിപന്മാർക്കെല്ലാം മീതെ അവരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ രാജാവ്, പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കാൻ കരുത്തുള്ളവൻ. പക്ഷേ താനെന്ന് പറഞ്ഞതുപോലെ ചെയ്യിപ്പിക്കാൻ കരുത്തുണ്ടെങ്കിലും പറയാത്ത കാര്യം എന്താണെന്നറിയാമോ? എതിർത്ത് വന്നത് വേറെ ആരുമല്ല, മകനാണ് അബ്ശാലോം. നമ്മളെല്ലാം പറയുന്നൊരു കാര്യം, പുറത്തുനിന്നൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല, അകത്തുനിന്ന് വന്നാൽ എന്ത് ചെയ്യും? അകത്തുനിന്ന് വന്നാൽ കിദ്രോൻ തോട് കിടക്കുക നല്ലത്. മനസ്സിലായില്ല? ചേർന്ന് രാമൻ പറഞ്ഞ ദൈവത്തിന്. അകത്തുനിന്ന് വന്നാൽ കിദ്രോൻ തോട് കിടക്കുക അല്ലാതെ വേറെ രക്ഷയില്ല. ഓക്കെ, ആ അനുഭവങ്ങൾ നമുക്കറിയാം. കാർകൂന്തൽ ഇങ്ങനെ ഇടതൂർന്ന് കിടക്കുന്ന ഒരു വലിയ മനുഷ്യൻ അബ്ശാലോം. സാഖ്യനാണ്, ഭയങ്കര സൗന്ദര്യവാനാണ്, സുന്ദരനാണ്. എന്താ കാര്യം എന്നറിയാവോ? അപ്പനാകുന്ന ദാവീദ് ഉഗ്രം പാട്ടുകാരനാണ്. പാടിപ്പാടി വന്ന അപ്പൻ്റെ മക്കളെല്ലാം ദൈവകൃപയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞു. പക്ഷേ ഓരോന്നോരോന്ന് എതിർത്ത് മാറിക്കഴിഞ്ഞാൽ അപ്പന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒറ്റ ഞൊടിച്ചാൽ മതി, വെട്ടിക്കളയാൻ യോവാബുണ്ട്, അബീഷായി ഉണ്ട്. പക്ഷേ ചെയ്തില്ല. ദാവീദ് പറഞ്ഞു, നോ, എത്രയും വേഗം രക്ഷപ്പെട്ടുകൊള്ളുക. കരഞ്ഞുകൊണ്ട് കിദ്രോൻ തോട് കിടക്കുക, കരഞ്ഞുകൊണ്ട്. കണ്ണുനീർത്തുള്ളികൾ കിദ്രോൻ തോട്ടിൽ ഇറ്റിറ്റ് വീഴുമ്പോൾ മറക്കരുത്, എതിർക്കാൻ നിനക്ക് ആരോഗ്യം കാണും, എതിർക്കാൻ നിനക്ക് ശക്തി കാണും, എതിർക്കാൻ നിനക്ക് ആയുധം കാണും. പക്ഷേ ഇന്ന് രാത്രി എതിർക്കാതെ പൊട്ടിക്കരയാൻ നിൻ്റെ തലയ്ക്ക് വെള്ളമുണ്ടെങ്കിൽ
ആ കിദ്രോൻ തോട് കടന്നു തീരുന്നതിന് മുമ്പ് ചില ജഡ്ജ്മെൻറ്റുകൾ സർവശക്തനാകുന്ന ദൈവം വിധിച്ചു കഴിയുമെന്ന് ഇന്ന് രാത്രി പറയാൻ എൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിക്കുകയാണ്. റഹിമതജനക ബൗഷസിയാര റഖബതജനകസിയ പ്രാർത്ഥിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തിട്ട് ഇവിടുന്ന് കടന്നു പോകാവൂ. നിന്റെ വീടിൻ്റെ അതിരിൻ്റെ അപ്പുറത്തുള്ള പ്രശ്നങ്ങൾ നീ സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. കേസിൻ്റെ പുറകെ കേസുമായി നീ ഓടണ്ട. കോടതിയുടെ പുറകെ കോടതി കയറാൻ നീ പോകണ്ട. നിനക്കൊരു നീതിന്യായ കോടതി സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് രാത്രി അനുഭവത്തിൽ ഉറപ്പിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ച് നാട്ടുകാർ മുഴുവൻ നിന്നെ പഴിക്കുമായിരിക്കും. നിന്റെ കുടുംബത്തിലെ അബ്ശാലോ മുഖാന്തിര ആരോടും ഒന്നും പറയാതെ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് ശിക്ഷ വിധിക്കപ്പെട്ടത് മുഴുവൻ സ്വന്തം തലയിൽ ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കിദ്രോൻ തോട് കിടക്കുമെന്തേ പേടിത്തൊണ്ടൻ പോകുന്ന കണ്ടോ, രാജാവാ പോകുന്ന കണ്ടോ, പാട്ടുകാരനാ പോകുന്ന കണ്ടോ. പക്ഷേ പോകുന്നവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് വീഴുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൈമാറാം റിവെഞ്ച് എന്നൊരു വേട്, പകരം വീട്ടുക എന്നൊരു വേട് സുവിശേഷം ചുമക്കുന്നവൻ ഉള്ളതല്ല. അവനാകപ്പാടെ ഉള്ളത് സർവശക്തനായ ദൈവമാകയാൽ എല്ലാം മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീർ കണ്ട് മാറിപ്പോകുന്ന ദൈവമല്ല. വിശദീകരണത്തിന് ഞാൻ മുതിരുന്നില്ല. അബ്ശാലോമിനോടുള്ള ദൈവത്തിൻ്റെ ഡീലിങ്സ് വേദനയായിരുന്നു. അത് ശമൂവേലിൻ്റെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ വേടുണ്ട് കീശോൻ തോട്. രണ്ട് ശക്തികൾ ഒന്നിച്ചു നിന്ന് വെല്ലുവിളി മുടക്കുക. ഏലിയാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു സമയം തരാം, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ വെളിപ്പെടുത്തുക. ബാൽ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരും മൊത്തം 850 ഇപ്പുറത്ത് മാറി ഏലിയാവ് ഒറ്റയ്ക്ക്. 850 ഒരു ഭാഗത്തും ഏലിയാവ് ഒറ്റയ്ക്കും. നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ എല്ലാവരും ഒരുമിച്ച് ഞാൻ ഒറ്റയാണ് എങ്കിൽ നിങ്ങളോട് ഈ ദൈവശബ്ദം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഉച്ചവരെ വിളി കേട്ടില്ല. ഏലിയാവ് പരിഹസിച്ച് ഉറങ്ങുമായിരിക്കും. ഇത്തിരി ശബ്ദം ഉയർത്തി വിളിക്കുക, ഉറങ്ങുമായിരിക്കും. ഏലിയാവിന് ഉറക്കമൊന്നും പറയേണ്ട കാര്യം, ഉറങ്ങാത്തവനെയാണ് പുള്ളി സേവിക്കുന്നത്. ഹല്ലേലൂയ. സമയം കഴിഞ്ഞു, ഭോജനയാഗത്തിന് സമയമായപ്പോൾ ഏലിയാവ് പറഞ്ഞു എല്ലാവരും എൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞു. 12 കല്ലെടുത്ത് വെച്ചു, യാഗപീഠം പണിതു, വിറകടുക്കി, മൃഗത്തെ കണ്ണമാക്കി നുറുക്കി. താഴെ ഒരു തോടുണ്ട്, കീശോൻ തോട്. കീശോൻ തോട്ടിൽ നിന്ന് വെള്ളം കോരി നേരെ ഇങ്ങോട്ട് ഒഴിച്ചു. എല്ലാവരും നോക്കി നിൽക്കുക. ആ യാഗപീഠത്തിന് ചുറ്റും തോടുണ്ടാക്കി, അതിൻ്റെ അകത്തും വെള്ളം ഒഴുകി. മാറി എന്നൊരൊറ്റ പ്രാർത്ഥന സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിൾ പ്രയർ. ഇത്രയേ ഉള്ളൂ. ദൈവമേ, നീ എൻ്റെ ദൈവം, ഞാൻ നിൻ്റെ ദാസൻ. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇവർക്കതൊന്ന് അറിയിപ്പ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. വലിച്ചു നീട്ടിയുള്ള പ്രാർത്ഥനയൊന്നുമില്ല. പ്രാർത്ഥന വലിച്ചു നീട്ടുമ്പോൾ നമ്മൾ മാറുന്നുണ്ട്. ആമേൻ ആമേൻ എന്ന് പറയും. എന്ന കാര്യം നിർത്താൻ വേണ്ടിയാ. ഇത് വലിച്ചു നീട്ടലൊന്നുമില്ല. സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥന തീർന്നു. കാര്യം, ദൈവമേ, ഞാൻ നിന്റെ ദാസൻ, നീ എൻ്റെ ദൈവം. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇവരൊന്ന് അറിയണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ കൈമാറുക. ഭാരതം യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാൻ സമയമായി. ഹുഡരപതജനക ബൗഷമനക സൈൻഡസ് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഞ്ചൽ, ഹിമാചൽ, കമാൻ, കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ജമ്മു ആൻഡ് കാശ്മീർ, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ. ഭാരതം യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുന്നൊരു കാലം വരികയാ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം, യേശു മാത്രം. കമോൺ, പോരാ, ഇത്രയും ശബ്ദം പോരാ. യേശു മാത്രം. പ്രാർത്ഥന ആമേൻ പറയാൻ കൂടെ ആരുമില്ല, പക്ഷേ സ്വർഗം ആമേൻ പറഞ്ഞു. നീ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വിലങ്ങുതടിയായിട്ട് ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ നീ വിഷമിക്കണ്ട. ആമേൻ പറയാണ്ട് ഒരാൾ നിൻ്റെ കൂടെയുണ്ട്. ആമേൻ പറയാണ്ടൊരു ആൾ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ആഹാ, നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും വീട്ടിൽ സ്വാതന്ത്ര്യമില്ലെങ്കിൽ വേണ്ട, നിന്റെ ഞരക്കത്തിന് പോലും ആമേൻ പറയുന്ന ഒരാൾ നിന്റെ ഒപ്പത്തിനുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ കൈമാറി. ഈ ജാനുവരി തീരുന്നതിന് മുമ്പ് ആ ദൈവം നിന്റെ വീട്ടിൽ വെളിപ്പെടുകയാണ്. യെസ്, ആ ദൈവം നിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് നിന്റെ വീട്ടുകാർ തിരിച്ചറിയാൻ പോകുകയാ. ഇതുവരെ സ്നാനമേൽക്കാത്ത പലരും നിന്റെ ഒപ്പം ആലയത്തിലേക്ക് ഓടി വരും. നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ആ വചന ഞാൻ തൊടുത്തുവിടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സിൽവർ ജൂബിലി കൺവെൻഷന്റെ സമാപന 100 കണക്കിന് പേർ ഒരുമിച്ച് സ്നാനപ്പെടുന്ന ഒരു കൂട്ട സ്നാനം ഇതിൻ്റെ അകത്ത് നടക്കുന്നത് ആത്മാവിൽ കാണുവാൻ കരുത്തുള്ള ദൈവമക്കൾ സ്നാന ജലത്തിന്റെ കെട്ട് ഭാരതത്തിൽ അടിച്ചുകൊണ്ട് ആ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇസ്രായേൽ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഫാസ്റ്റിംഗ് കാണാം, ഉപവാസം. മൃഗങ്ങൾ വരെ ഉപവസിച്ച ഒരു ഉപവാസ പ്രാർത്ഥന. അത് പ്രഖ്യാപിച്ചത്, ഡിക്ലെയർ ചെയ്തത് ഒരു ആറിൻ്റെ തീരത്ത് വെച്ച്, അഹവ ആറിൻ്റെ തീരത്ത് വെച്ച്. അഹവ എന്ന് പറഞ്ഞ്
പെന്തക്കോസ്തുകാരായ ദൈവമക്കളോട് അഹവായെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രസിദ്ധം ചെയ്ത ഫാസ്റ്റിങ്ങിൻ്റെ മുഴുവൻ വിടുതൽ ഈ വർഷം സംഭവിക്കാൻ പോവാം. 3, 7, 21, 40 ഒക്കെ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിച്ച് ഉപവാസവും പ്രാർത്ഥനയൊക്കെ വെളിപ്പെടുന്നൊരു സമയം വരികയാണ്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴെ കുറേ വർഷങ്ങൾ താണിരുന്ന ചിലർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഉയർത്തുന്ന സമയം വരുമ്പോൾ ആർക്കും തടുക്കാൻ കഴിയാതെ. ഞാൻ 21 ദിവസം വെച്ച് ഉപവാസം തുടങ്ങിയത് 95-ലാണ്. 94 എൻ്റെ ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ, 95 ആദ്യത്തെ ഫാസ്റ്റിംഗ് 21. 5 പ്രാവശ്യമാണ് ഒരു വർഷത്തെ ഫാസ്റ്റിംഗ്. 5, 21, പിന്നെ ഒരു 40. ഇങ്ങനെയാ ഒരു വർഷം. ഇങ്ങനെ നീണ്ട 15 സംവത്സരങ്ങൾ തള്ളി നീക്കിയൊരു പിൽക്കാലം എനിക്കുണ്ട്. ആ സമയങ്ങളിലൊന്നും ആരും എന്നെ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. പുസ്തകത്തിൻ്റെ മുമ്പിലേക്ക് നോക്കി 50, 60, 100, 110 ചാപ്റ്റർ വരെ ഉപവാസത്തിൻ്റെ ഇടയിൽ വായിച്ചു തീർക്കും. രാവിലെ 7 മണിക്ക് മുട്ടുമടക്കി രാത്രി 8 മണി വരെ ആ മുറിക്കകത്തിരുന്ന് തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വർഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. താണിരുന്നാൽ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ ചേർന്ന് സ്തുതിക്ക് ദൈവത്തെ. പണം കൊണ്ടാ നീ കയറി വരുന്നതെങ്കിൽ നിന്നേക്കാൾ പണമുള്ളവൻ നിന്നെ വലിച്ചിടും. പിടിപാട് കൊണ്ട് നീ കയറി വന്നാൽ നിന്നേക്കാൾ പിടിപാടുള്ളവൻ നിന്നെ പിടിച്ചിടും. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് നീ കയറി വന്നാൽ പണക്കാരന് നിന്നെ പിടിച്ചിടാൻ കഴിയില്ല, പിടിപാടുള്ളവന് നിന്നെ തകർക്കാൻ കഴിയില്ല. കാര്യം നീ കയറി വന്നതല്ല, ദൈവം നിന്നെ കയറ്റി കൊണ്ടുവന്നതത്രേ. സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നതും നദിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, തീരുന്നതും നദിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും, ആറ്റരികത്താണോ നട്ടിരിക്കുന്നതെന്ന് കാണുമ്പോൾ അറിയാം. സംശയമുണ്ട്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന അവിടെ മുഖത്തോട്ട് നോക്കിയാൽ മതി. വെള്ളമുള്ള ആറിൻ്റെ തീരത്താണോ കക്ഷി നട്ടിരിക്കുന്നത്. കാര്യം വെള്ളം വലിച്ചു കുടിച്ച് വളർന്നു വരുന്ന ആ വൃക്ഷത്തിൻ്റെ ഇല ഉണങ്ങിയാലിരിക്കുന്നത്, അത് പച്ചപ്പോടെ ഇരിക്കുക. 36-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു നദിയുടെ പേരുണ്ട്. നിൻ്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കും. എല്ലാവരും ചേർന്ന് പറ, ആനന്ദ നദി. അത് പറയുമ്പോൾ ഒരു ആനന്ദം ഇല്ലല്ലോ. ഒന്ന് സന്തോഷത്തോടെ ആ നദിയുടെ പേരെന്ന് പറഞ്ഞേ, ആനന്ദ നദി. ഒന്ന് പറഞ്ഞേ, വെരി നൈസ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കിക്കേ. എന്നിട്ട് മുഖത്തോട്ട് നോക്കിയിട്ട് പറ, ആനന്ദ നദി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലർ ചിരിച്ചു പോലും നിങ്ങൾ കണ്ടിട്ടില്ല. അവിടെ വീട്ടിലുള്ളവർ പോലും അവർ സന്തോഷിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാ കാനശാലിയാണ്. വീട്ടുകാരുടെ മുമ്പിലും ചിരിക്കാതിരിക്കുക, അങ്ങനല്ല പ്രിയരെ. ആനന്ദ നദി കുടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മാവിൽ ആറാടി സ്തോത്രം ചെയ്ത് നടക്കും. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അപ്പനാകുന്ന ദാവീദ് പാടിപ്പാടി സൂര്യനെ കാണുമ്പോൾ ആരാധന, ചന്ദ്രനെ കാണുമ്പോൾ എങ്ങനെ ആരാധിക്കാതിരിക്കാൻ കഴിയും? പകൽ വാഴുവാൻ സൂര്യനെ ഉണ്ടാക്കിയവന് സ്തോത്രം, രാത്രി വാഴുവാൻ ചന്ദ്രനെ ഉണ്ടാക്കിയവന് സ്തോത്രം, ചെങ്കടൽ വിഭാഗിച്ചവന് സ്തോത്രം, ബാഷാൻ രാജാവായ ഓഗിനെ സംഹരിച്ചത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ സ്തോത്രം. ആനന്ദ നദി കുടിച്ചവനെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം പറയാനേ അവന് നേരമുള്ളൂ. 2020 മുഴുവൻ ആനന്ദ നദി കൊണ്ട് ദൈവം തന്നെ അഭിഷേകം ചെയ്യട്ടെ. സങ്കീർത്തനം 46-ൽ കോരകപുത്രന്മാർ എഴുതുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് എഴുതി വരുമ്പോൾ അവർ ഉറപ്പിച്ച് പറയാ, ഒരു നദിയുണ്ട്. അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ സന്തോഷിപ്പിക്കുന്നൊരു നദി. പോട്ടെ, 65-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ എഴുതുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആ വാക്യം എന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ നദിയിൽ, ഒന്ന് പറയും സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം. എന്നിട്ട് അടുത്ത ഭാഗത്ത് വായിക്കുന്ന ഇങ്ങനെയാണ്, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ നദിയിലെ വെള്ളം മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഒഴുകിയപ്പോൾ മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറയുന്നു. ആട്ടിൻകൂട്ടങ്ങൾ ആത്മാക്കളെ കാണിക്കുകയാകയാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും ആരാധനയ്ക്കും വചനത്തിൻ്റെ പ്രവൃത്തിക്കും സാധ്യത കൊടുക്കുന്ന ഏത് സഭയെയും ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ബ്ലസ് ചെയ്യുകയാ. 2020 ഇരിക്കാൻ സ്ഥലം പോരാതവണ്ണ് ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് മേച്ചിൽപ്പുറങ്ങൾ നിറയത്തക്കവണ്ണ് ദൈവത്തിൻ്റെ നദിയിലെ വെള്ളം ഇന്ന് രാത്രി ദൈവം ഒന്ന് വെട്ടിയൊഴുക്കാൻ പോകുകയാ. താഴ്വരകൾ ധാന്യങ്ങൾ കൊണ്ട് മൂടി. അത് ആത്മീയമല്ല, അത് ഭൗതികമാണ്. 2020 നിന്റെ സമ്പത്തിൻ്റെ കെട്ടഴിയാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ വിളംബരം ചെയ്യുന്നു. 2020 നിന്റെ ഫിനാൻഷ്യൽ മേഖലയുടെ മുഴുവൻ കെട്ടും അഴിയാൻ പോവാ.
പക്ഷെ ദൈവത്തിൻ്റെ നദി ഒന്ന് ഒഴുകി വരാൻ അനുവാദം കൊടുക്കുന്ന എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? കമാൺ. ദൈവത്തിൻ്റെ നദിയിലെ വെള്ളം ഒന്ന് ഒഴുകി ചെല്ലുന്നത്, ഒഴുകി വരുന്നത് തടയാതെ, ആ ആത്മസാന്നിധ്യം തടയാതെ, ദൈവശക്തി തടയാതെ, വിശുദ്ധ ജീവിതം തടയാതെ, യേശുവിൻ്റെ നാമത്തിൻ്റെ പവർ, തിരുവചനം അനുശാസിക്കുന്ന ദൈവശക്തി എന്തോ ആ നദിയിലെ വെള്ളത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഇന്ന് രാത്രി ഒരുക്കി കൊടുക്കുക എന്ന് പറയാൻ ആരെല്ലാം തയ്യാറുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ കൈമാറുകയാ. എല്ലാ ദാരിദ്ര്യത്തിൻ്റെ ശക്തികളെയോ നിന്റെ താഴ്വരയിൽ നിന്ന് ഇന്ന് രാത്രി ശാസിച്ചു മാറ്റി താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടത്തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പോകുകയാ. സങ്കീർത്തനം 126 മടങ്ങി വരവിൻ്റെ ഒരു നദിയാണ്. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണം. അതുപോലെ തന്നെ 137 ബൈബിൾ പറയുന്നു, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ആവർത്തിക്കുന്നില്ല. പ്രവാചക പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ എഴുതി തുടങ്ങുന്നത് തന്നെ കേബാർ നദിയുടെ തീരത്ത് ഞാനിരുന്നു, ദിവ്യ ദർശനം കണ്ടു. എസെക്കിയേൽ കഴിഞ്ഞ് എന്തിനാ എസെക്കിയേലിൻ്റെ ആ ഭാഗം 47 അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു നദിയുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൂടെ പ്രസംഗിക്കാറുണ്ട്. ഞാൻ യോഹന്നാൻ 7 വരെ ഒന്ന് വരാൻ വേണ്ടിയാണ് ഈ യാത്രയെല്ലാം ചെയ്യുന്നത്. ചേർന്നൊരു ആമേ പറഞ്ഞ ദൈവത്തിന് അരിയണിയോളമായി, മുട്ടോളമായി, അരയോളമായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരു വലിയ നദിയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ 2020 പരിശുദ്ധാത്മാവിൻ്റെ നദി ഇതിൻ്റെ അകത്തൊഴുകട്ടെ. കേബാർ നദിയുടെ തീരത്ത് എഹെസ്കേലും ഊലായ് നദിയുടെ തീരത്ത് നിൽക്കുന്ന ദാനിയേലിനെയും ബൈബിൾ പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ പഴയ നിയമം പറയുന്നൊരു നദി, അബ്രഹാം നദി കടന്നു വന്നവനാണ്. ഏത് നദി? യോർദാൻ. യേശു യോർദാനിലേക്ക് ഇറങ്ങി. മറക്കരുത്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലേക്ക് ഇറങ്ങിയപ്പോൾ യോർദാൻ 2 ആയെങ്കിൽ യേശു കർത്താവ് യോർദാനിലേക്ക് ഇറങ്ങിയപ്പോൾ സ്വർഗം തുറന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു സ്നാന ശുശ്രൂഷയെങ്കിൽ ബ്ലസ് കണ്ടല മീറ്റിങ്ങിൽ ഇന്ന് രാത്രി വന്നിരിക്കുന്നതിൽ സ്നാനമേൽക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ പേരിൽ സ്വർഗം തുറക്കുന്ന ഒരു ശുശ്രൂഷ, സ്നാനമല്ലാതെ വേറെ ഒന്നും അല്ലാത്തതിനാൽ സ്നാനപ്പെടാത്ത ദൈവമക്കൾ ഇന്ന് ആരെങ്കിലും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്നാനത്തിന് സമർപ്പിച്ച് പോകുന്നത് ഉചിതമാണ്. സ്നാനപ്പെട്ടതിൽ അഭിമാനമുള്ള ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഒരു സ്തോത്രം ദൈവത്തിന് ഇന്ന് രാത്രി കൈമാറുക. ആമേൻ. 1-2 ഭാഗം പറഞ്ഞേക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് അപ്പോസ്തലൻ മാസിഡോണിയയിൽ ഫിലിപ്പി പോയി പ്രസംഗിച്ചൊരു പുഴയുടെ വക്കത്താണ്, പുഴ വക്കത്ത്. ഞാൻ ഫിലിപ്പിയിൽ ഒരിക്കൽ പോയിട്ടുണ്ട് മരുപ്പച്ച ടീമിൻ്റെ കൂടെ. ഇന്നും ആ പുഴ അവിടെ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ തീരത്തിൽ ലുദിയായുടെ പേരിൽ ഒരു പള്ളി ആരാധനയ്ക്ക് അവിടെ തുറന്നിട്ടുണ്ട്. പൗലോസിന് പ്രസംഗിക്കാൻ പുഴവക്കത്താണെങ്കിലും കുഴപ്പമില്ല, ദൂത് യേശുവാണ്. വായിച്ച വാക്യം പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കാൻ പോവാ. ആ വേട് തന്നെയാ വെളിപ്പാട് പുസ്തകത്തിനുള്ളത്. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയപ്പോൾ കുറച്ചുകൂടെ കടന്നാക്രമണമായിരുന്നു. കാര്യം 4 ആത്മവിവശത ആത്മാവിൽ പത്മോസിൽ കിടന്നുകൊണ്ട് കണ്ട യോഹന്നാൻ 4 ആത്മവിവശത തീരുമ്പോൾ 22 അധ്യായം കിട്ടിക്കഴിഞ്ഞു. താൻ നോക്കുമ്പോൾ കാണുക ഒരു നദി ഒഴുകുക. ചോദിച്ചത് ഏത് നദിയാ? ജീവജലത്തിന്റെ നദി. കരങ്ങൾ ഉയർത്തി ആ വേട് പറയുക, ജീവജലത്തിന്റെ നദി. അതിന്റെ ഇരുകരയിലും നിൽക്കുന്ന വൃക്ഷങ്ങളെ കണ്ടാൽ അറിയാം നദിയുടെ പവർ എന്താന്ന്. ഉണക്കില്ല, ഇലയൊന്നും പച്ചയാണ്. ഇല മതി രോഗസൗഖ്യത്തിന്. ഇല രോഗസൗഖ്യത്തിന് ഉതകുമെങ്കിൽ ബലം എന്തായിരിക്കും? ഒരു പ്രത്യേകത, ഓരോ മാസവും അതാത് മാസത്തിൻ്റെ ബലം പുറപ്പെടുവിക്കും. അത് വൃക്ഷത്തിൻ്റെ പ്രവൃത്തിയല്ല, നദിയുടെ പ്രവൃത്തിയാണ്. ഇന്ന് രാത്രി ആ നദിയുടെ ശക്തി ഇതിൻ്റെ അകത്ത് വ്യാപരിക്കാൻ പോകുക. ഉത്സവത്തിൻ്റെ മഹാദിനമാകുന്ന ആ ദിവസം യേശു കർത്താവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ ജനത്തോട് പറഞ്ഞു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ഉള്ളിൽ നിന്ന് ഒഴുകാൻ പോവുക. യെസ്, എന്നോട് ചേർന്ന് അല്പസമയം ദൈവത്തെ സ്തുതിക്കാനുള്ള സമയം. ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൻ്റെ നദി, പുറമേ നിന്ന് ഒഴുകി കയറുകയല്ല, ഉള്ളിൽ നിന്ന് രാത്രി ഒഴുകുക. ഈ ദൂത് തീരുന്നതിന് മുമ്പ് തന്നെ പലരുടെയും ഉള്ളത്തിൻ്റെ അകത്തു നിന്ന് നദിയല്ല, നദികൾ, ജീവജലത്തിൻ്റെ നദികൾ, ഒന്നിലധികം നദികൾ, ജീവജലത്തിൻ്റെ നദികൾ ഇന്ന് രാത്രി ഒഴുകാൻ പോകുക. റഹിമത ജനക സൈൻഡസ്. അല്പസമയം ആത്മനിറവിൽ അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് എങ്ങനെ ആത്മനിയോഗമുണ്ടോ അതേ ആത്മനിയോഗത്തിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അടിമത്വ മേഖലകളുടെ ചങ്ങലകളെ പൊട്ടിച്ചു മാറ്റി ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഇന്ന് രാത്രി ഒഴുകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മനിയോഗത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുകയാണ്. അറബി അംദൽ ഖമനി റഗദലയ പ്രൗഷസിയാജ. നിന്റെ ലൈഫ്
പച്ചപ്പിലേക്ക് വരുത്താതെ കഷ്ടപ്പെട്ട് ഒരു ഗത്യന്തരവുമില്ലാതെ ഒരു ലക്ഷ്യത്തിലെത്താതെ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതല്ലാതെ ഓട്ടസഞ്ചിക്കകത്ത് കൂലിയിടുന്ന ഒരു കൂലിക്കാരനെ പോലെ ഇടുന്നത് കാണാ. ഒന്നും തിരിച്ചു കിട്ടാത്ത രീതിയിൽ കടക്കണിക്കകത്ത് പെട്ട് ഉഴന്ന് തകരുവാനുള്ള ജന്മമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരോട് ഞാൻ കൈമാറുന്നു. ഉള്ളിൽ നിന്ന് നദികൾ ഒഴുകാൻ പോകുകയാ, ജീവജലത്തിന്റെ നദികൾ. അല്പസമയം അക്കാരങ്ങൾ അടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമേറിയ വ്യാപാരം ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ചലിക്കുകയാണ്. എന്നോട് പരിശുദ്ധാത്മ പറയുന്ന ഈ മീറ്റിംഗ് ഒരു ഡെലിവറൻസിൻ്റെ മീറ്റിംഗാണ്. ഈ മീറ്റിംഗ് ഒരു ഡെലിവറൻസിൻ്റെ മീറ്റിംഗാണ്, ഒരു വിടുതലിൻ്റെ സെഷനാണ്. റഹിമത ജനക ഭൗഷസിയാര. സമയം 9:15 എന്ന് എനിക്ക് ഉറപ്പാണ്. 9:15 മണിക്കും ഈ ജനം ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുമ്പോൾ അവൻ അവിശ്വസിക്കുന്നവരല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്, വിശ്വസിക്കുന്നവരാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ രാത്രി നീ ഇവിടുന്ന് പോകുന്നത് ആ ഒഴുകുന്ന നദികളോടുകൂടെ, അകത്തുനിന്ന് ഒഴുകുന്ന നദികളോടുകൂടെ. അകത്താണ് യേശു കർത്താവ് വസിക്കുന്നത്, അകത്തുനിന്നാണ് നദികൾ ഒഴുകുന്നത്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അകത്തു നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദികൾ ആത്മാവിൽ പ്രാപിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ ഒരുമിച്ച് സ്തുതിച്ചാരാധിക്കുക ദൈവത്തെ. ഒരു നിമിഷം ഒന്ന് ചാടി എഴുന്നേറ്റാട്ട ദൈവസന്നിധിയിൽ. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്. 2 കരവൊന്ന് ഉയർത്തിപ്പിടിച്ചു. 4 ജീവികൾ പാടും അവിടെ. 4 ജീവികൾ പാടും അവിടെ. മാക്സിമം അക്കര ഉയർത്തി. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമാ നിലകൊണ്ടൊരു ദേശം. ജീവജല നദിയുണ്ടവിടെ. ജനം ഒന്ന് പാടാൻ തുടങ്ങിയാൽ എരിഹോ ഇടിയും. ഞങ്ങൾ പാടിയാൽ പറ്റില്ല, നിങ്ങൾ പാടിയാൽ എരിഹോ ഇടിയും. സാധാരണ ഞങ്ങളാ പാടുന്നത്, അതുകൊണ്ട് എരിഹോ ഇടിയാത്ത. നിങ്ങൾ പാടാമെങ്കിൽ കണ്ണറയിൽ അന്ധകാര ശക്തി പത്തി താഴ്ത്തും. കര ഉയർത്തി പാടിക്കുക. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമാ നിലകൊണ്ടൊരു ദേശം. പാടിക്കേ, സഭ പാടിക്കേ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമാ നിലകൊണ്ടൊരു ദേശം. നല്ലൊരു ഭൂവനദേശം. റഹിമത ജനക ബാബ. എത്ര പേർക്ക് ആത്മാർത്ഥമായി ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും? ദൈവമേ, 2019 വരെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു, പക്ഷെ ഇനി പറ്റില്ല. ഇനി ആ നദിക്കകത്തോട് ചാടി വീണ് നീന്തി ആത്മമണ്ഡലത്തിൽ അക്കരെ എത്താനുള്ളൊരു ആവേശം അകത്തുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. അടിമത്തം തീരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? ഒരു ഉടമയാകാനുള്ള ഒരു അഭിഷേകം ആ ദൈവം പകരുന്നതെന്ന് എത്ര പേർക്ക് ഉറപ്പിക്കാൻ കഴിയും? അവര് മാത്രം ആ കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. അവരുമായിട്ട് ഒരുമിച്ച് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകും. കാര്യം ഞാൻ ഒരു അടിമയായിരുന്നു, ഞാൻ ഒരു അടിമത്തം പേറിയവനാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോയി. എന്നെ തൊട്ട് പുറത്ത് കൊണ്ടുവന്നവൾ നിന്നെ തൊടും. ഇന്ന് രാത്രി ഈ വരി പാടി ഒന്ന് സ്തുതിക്കാൻ പോകും. ആ കൈ ഉയർത്തിയവരെല്ലാം ഓടി ഇങ്ങോട്ട് വന്നേ മുമ്പിലേക്ക്. ആ അടിമത്തത്തിന്റെ കെട്ട് ഇന്ന് രാത്രി വലിച്ചു പറിക്കാൻ പോവാ. എത്ര നേരം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ധൈര്യത്തോടെ മുമ്പിലേക്ക് വാ. ആ കൈ ഉയർത്തിയവരാരും അവിടെ നിൽക്കരുത്. എന്തിനാ നിങ്ങൾ മുമ്പോട്ട് വിളിക്കുന്നറിയാമോ? കഴുതയെ പോലെ ഭാരം ചുമന്ന് ജീവിതം തീർക്കാനുള്ള ജന്മമല്ല ഇത്. ഈ ജന്മം നീ തല ഉയർത്താൻ വേണ്ടിയാ. തല ഉയർത്താൻ ലജ്ജ കൂടാതെ ഓടി വരിക. ആരും അവിടെ നിൽക്കേണ്ട. അഭിഷിക്തന്മാർ, ദൈവദാസന്മാർ എല്ലാവരും വരിക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. അഭിഷേകം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ വരണം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അവിടെ നിൽക്കരുത്, വരണം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചിന്ന് രാത്രി കുടുംബങ്ങൾക്കകത്തുള്ള അടിമത്വ മേഖലകളെ ഇന്ന് രാത്രി അഴിക്കാൻ പോകുകയാ. വരിക, ആവേശത്തോടെ വരിക, ആവലോടെ വരിക. എത്ര വർഷമായി നീ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി നീ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് വരെ മിച്ചപ്പണം വെക്കാൻ ഒന്നുമില്ലാതെ
ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം പേറി നിന്നേക്കാൾ പുറകെ വന്ന പലരും നിന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കണ്ട് കലങ്ങി മറിയുന്ന കണ്ണോടുകൂടെ കരഞ്ഞ് കരഞ്ഞ് ആത്മതപനം ചെയ്ത് എന്നും കരഞ്ഞു കിടന്നുറങ്ങി, എന്നും വേദനിച്ച് കിടന്നുറങ്ങി, എന്നെനിക്ക് എൻ്റെ ദുഃഖം തീരും, എന്നെനിക്ക് എൻ്റെ കഷ്ടം തീരും, എന്നെൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് മാറി മറിയും എന്നുള്ള ചിന്ത നിന്നെ അലട്ടാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇന്ന് രാത്രി ഇത്രയും ദൂരം ചലഞ്ച് ചെയ്യുക ദൈവം നിങ്ങളെ. ധൈര്യമായി വരിക, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. വോളണ്ടിയേഴ്സ് ആ ഫ്രണ്ടിലെ ചെയർസ് എല്ലാം പെറുക്കി മാറ്റാൻ തയ്യാറാകുക. എല്ലാ വോളണ്ടിയേഴ്സും ഫ്രണ്ടിലേക്ക് വരിക. ആമേ. വോളണ്ടിയേഴ്സ് ആരും അവിടെ നിൽക്കണ്ട. എല്ലാ വോളണ്ടിയേഴ്സും ഫ്രണ്ടിലേക്ക് വന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുക. എന്നെ തൊട്ടവൻ നിങ്ങളെ തൊടും. നിന്റെ നന്മയെ കെട്ടിയ ദുഷ്ടനെ ഇന്ന് രാത്രി എന്റെ ദൈവം ശാസിക്കാൻ പോകുക. ഏതോ ലാബാന്റെ വീട്ടിൽ കിടന്ന ആണ്ടുകൾ കുറെ കഷ്ടപ്പെട്ടിട്ട് അവസാനം നിന്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യം, നീ എന്തുണ്ടാക്കി? ഇത്രയും നാളും നീ കഷ്ടപ്പെട്ടിട്ട് എന്തുണ്ടാക്കി? നീ അവരെ നോക്ക്. അവർക്ക് വീടുണ്ട്, അവർക്ക് പ്രോപ്പർട്ടി ഉണ്ട്, അവർക്ക് കാറുണ്ട്, വാഹനങ്ങളുണ്ട്. നീ അവരെ നോക്ക്. അവർക്ക് എന്തെല്ലാം ഉണ്ട്, നിനക്കെന്നാ ഉള്ളത് എന്ന് ചോദിച്ച ചോദ്യം കേട്ട ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാ, 2020 ദൈവം നിനക്ക് വെച്ച് നീട്ടുന്ന വർഷമാണ്. 2020 ദൈവം നിന്റെ ദൈവമാണെന്ന് വെളിപ്പെടും. ശക്തമായൊരു വിടുതൽ ഇതിനകത്ത് നടക്കാൻ പോകുക. അസാധാരണമാകുന്ന ഒരു മിറക്കിൾ ഇതിനകത്ത് നടക്കാൻ പോകുക. ഇന്ന് രാത്രി ഒരു ഡെലിവറൻസ് ഇതിനകത്ത് നടക്കാൻ പോകുക. അറബി അബ്ദുൽ ഖമനി അട്ടകബദജനക ഭൗഷസിയാര. എല്ലാ വോളണ്ടിയേഴ്സും പ്രാർത്ഥിക്കുക. പാസ്റ്റേഴ്സ് ആയിട്ട് ഇവിടെ ഉള്ളവർ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക. ദൈവകൃപയുള്ളവർ പ്രാർത്ഥിക്കുക. ഈ രാത്രി ഒരു ജയത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി ഒരു ദൈവ പ്രവൃത്തിയുടെ രാത്രിയാണ്. കൈനീട്ടി നടന്നതും മതി, കടം ചോദിച്ച് നടന്നതും മതി. എത്രയോ ദിവസങ്ങൾ വഴിയിൽ അലഞ്ഞ് കൈനീട്ടി ഒരു സുവിശേഷകനാ ഞാന്. വർഷങ്ങൾ അലഞ്ഞ് ഒരു തെരുവ് നായെ പോലെ അലഞ്ഞ് നടന്നവനെ തമ്പുരാൻ തൊട്ടെങ്കിൽ ഇന്ന് രാത്രി അതേ ദൈവം ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി മറ്റൊരു ചികിത്സയ്ക്ക് വേണ്ടി ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവന് വേണ്ടത് പണമല്ല, അവന് വേണ്ടത് നിന്നെയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. ഒരു ഉണർവ് മുമ്പിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. റിവൈവൽ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകട്ടെ. ഒരു നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. കർത്താവേ, ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന സ്നാനജലത്തിൻ്റെ വാതിൽ തുറക്കട്ടെ. ആത്മാവിൻ്റെ നദിയിലേക്ക് ജനം ഓടി വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നദിയിലേക്ക് ജനം ഓടി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്നാനപ്പെട്ട ദൈവമക്കളെല്ലാം വായു തുറന്ന് ആത്മനിറവിൽ പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ സകല ദൈവമക്കളും ദൈവദാസന്മാരും ആത്മനിറവിൽ പ്രാർത്ഥിക്കുക. ശകപരപതജനക ഭൗഷസ്. ഒരു വലിയ യുദ്ധമാണ്. ഒരു യോഗം ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഇത് യാന്ത്രികമല്ല, ഇത് ആർട്ടിഫിഷ്യലല്ല. ആർട്ടിഫിഷ്യലായിട്ട് ഒപ്പിക്കാൻ നമുക്ക്, പക്ഷേ ഇതങ്ങനല്ല. ഇത് കണ്ണുനീരിൽ അവൻ്റെ പാദസേവ ചെയ്യുന്നവൻ്റെ പണിയായത്. ഇത് കഴിവ് തെളിയിക്കുന്നവൻ്റെ സ്റ്റേജല്ല. ഇത് പരിശുദ്ധമാവുള്ളവന് വേണ്ടിയുള്ളതാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, മാറോട് ചേർത്ത കരം വെച്ചാട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകാൻ പോവുക. നിങ്ങളുടെ അടിമത്വം അവസാനിക്കാൻ പോവുക. എൻ്റെ അടിമത്വം അവസാനിപ്പിച്ചവൻ നിൻ്റെ അടിമത്വം അവസാനിപ്പിക്കും. ഒരു കറിവേപ്പില പോലെ നിന്നെ വലിച്ചെറിഞ്ഞവരുടെ മുമ്പിൽ നീ മാന്യനാണെന്ന് തെളിയിക്കും ദൈവം. തമ്പുരാൻ നിൻ്റെ കഷ്ടപ്പാട് കാണാതിരിക്കില്ല, നിൻ്റെ അധ്വാനം കാണാതിരിക്കില്ല. നിൻ്റെ ലൈഫിലെ നൈൽ നദിയുടെ മുകളിൽ നീ ഒഴുകിയെത്താൻ പോവാ. നിൻ്റെ ലൈഫിലെ കീശോൻ തോടിൻ്റെ സൈഡിൽ വെച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. നിന്നെ കരയിപ്പിച്ച യാബോക്കിൻ്റെ അനുഭവങ്ങളെ ക്രോസ് ചെയ്യാൻ പോവാ. നീ കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീണ കിദ്രോനെ നീ ക്രോസ് ചെയ്യാൻ പോകുകയാ. ഏറ്റവും ഒടുവിൽ ആളിക്കത്തുന്നൊരു ആത്മജ്വാലയ്ക്കകത്ത് വെച്ച് ഞാൻ കൈമാറട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തൊരു ആനന്ദ നദി തമ്പുരാൻ നിൻ്റെ അകത്തേക്ക് തരും. ഒരു മത്സ്യം വെള്ളത്തിൽ നീന്തുന്നത് പോലെ നീ ആത്മാവിൽ നീന്തി തുടിക്കുക. കണ്ണുകളെ അടച്ചു ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഇതുവരെ കർത്താവിന് കൈ കൊടുക്കാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, കർത്താവിന് ഹൃദയം കൊടുക്കാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഈ ബ്ലസ് കണ്ടലയുടെ സിൽവർ ജൂബിലി മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് നിന്നെ തൊടങ്ങുക. നിന്റെ വീട് പ്രളയജലത്തിനുള്ള വീടല്ല.
ആത്മനദിക്കുള്ള വീടാണ് നിന്റെ വീട്. പ്രളയജലത്തിനുള്ള വീടല്ല നിന്റെ വീട്, ആത്മനദിക്കുള്ള വീടാണ്. പാസ്റ്ററെ, ഞാനിതുവരെ എൻ്റെ കർത്താവിന് കൈ കൊടുത്തിട്ടില്ല, എൻ്റെ കർത്താവിന് ഹൃദയം കൊടുത്തിട്ടില്ല, ഞാനിതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ രക്ഷിക്കപ്പെടുകയാണ്. ഞാനിതുവരെ സ്നാനമേറ്റിട്ടില്ല, ഇന്ന് രാത്രി ഞാൻ അതിനെന്നെ സമർപ്പിക്കുകയാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ ധൈര്യത്തോടെ. ഇതുവരെ യേശു കർത്താവിന് ഹൃദയം കൊടുക്കാത്തവർ, ഇതുവരെ സ്നാനമേൽക്കാത്തവർ ധൈര്യത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ധൈര്യത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. ചില കരങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉയരുന്നത് ഞാൻ കാണുന്നു. സഹോദരന്മാരുടെ ഭാഗത്ത് പല കരങ്ങൾ ഉയരുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. 1 2 3 2 3 കരങ്ങൾ 4 കരങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉയരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ 4 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എത്ര പേർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? യേശു ഇന്ന് രാത്രി തൊടാൻ പോകുകയാണ്. രണ്ടാമത്തെ ഓട്ടർ കോൾ. ഈ അടിമത്ത മേഖലയുടെ കെട്ടഴിഞ്ഞ് ഞാൻ ആത്മാവിൽ പറക്കുന്നൊരു സമയം ഞാൻ കാണുകയാണ്. ഞാൻ അത് അനുഭവിക്കുമെന്ന് ഉറപ്പിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, ഈ ജനത്തിൻ്റെ മേലൊരു വലിയ ദൈവപ്രവൃത്തിയുടെ വിടുതൽ കർത്താവ് കൽപ്പിക്കുന്നതിനായി സ്തോത്രം. അധികാരമുള്ള യേശുവിൻ്റെ നാമം ചൊല്ലി ഇന്ന് രാത്രി ഒരു ഡെലിവറൻസ് ഞങ്ങൾ കൽപ്പിക്കുകയാണ്. അവരുടെ രക്തത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തെ മാറ്റുവാൻ കരുത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി അവരുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. നിന്റെ വിടുതൽ അവരുടെ മേലുണ്ടാകും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആ 2 വരിയൊന്ന് ചേർന്ന് പാടി, സഹോദരന്മാർ ചേർന്ന് പാടി, ആ വരിയൊന്ന് പാടി നാം ദൈവത്തെ 2 മിനിറ്റ് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പോകുക. പ്ലീസ്. രാപ്പകലില്ല അവിടെ പ്രക്ഷോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. ജീവജല നദി ഉണ്ട് അവിടെ, ജീവ മരങ്ങളും നിലക്കൊണ്ടൊരു ദേശം, നല്ലൊരു ശശിയുടെ